ഒരു 2ാം കുർബാന കഴിഞ്ഞ് ആൾക്കാർ വരിക, ഇളയമ്മയൊക്കെ. ഞാൻ ചോദിച്ചു, ഇളയമ്മയെ ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടോ? പക്ഷെ ഷാജിമോനെ നിങ്ങളുടെ അമ്മച്ചി ആദ്യത്തെ കുർബാനയ്ക്കല്ലേ? ഞാൻ പറഞ്ഞു, ആന്നേ ഞാനും പോയതാ, എൻ്റെ അമ്മച്ചി കാണുന്നില്ല. അയ്യോടെ ഞാൻ കണ്ടില്ല മോനെ. അപ്പൊ തേയാച്ചെടുത്തി വരണേ, അടുത്തുള്ള തേയാച്ചെടുത്തിയെ അമ്മച്ചി എങ്ങനെ ആശുപത്രി സന്ദർശിക്കാൻ പോയോ? അപ്പൊ തേയാച്ചെടുത്തി പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ആശുപത്രി സന്ദർശിച്ചിട്ടാണല്ലോ വരുന്നത്, നിങ്ങളുടെ അമ്മച്ചി അവിടെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുണുങ്ങി ഞങ്ങളുടെ അമ്മച്ചി പുറകെ വരുന്നുണ്ട്. ഇവിടുത്തെ കാര്യമല്ല. ഞാനപ്പോ നോക്കിപ്പോണ്ടല്ലോ, എൻ്റെ മുഖം മാറുന്നത് കണ്ടിട്ടേ അമ്മച്ചി ഇച്ചിരി ദൂരെ നിന്നിട്ട് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, നിന്റെ മുഖമൊന്നും അങ്ങനെ മാറണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നെ എടുത്ത് നിന്റെ കുറ്റം തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇളയമ്മയൊക്കെ എന്നെ നോക്കുവാണ്. ഞാൻ എന്നാ ചെയ്തു അമ്മച്ചി? നമ്മളിന്ന് കുർബാനയ്ക്ക് എപ്പോഴാ പോയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇച്ചിരി വൈകിപ്പോയി 5 മിനിറ്റ്. ബാക്കി കുർബാന നീ ചൊല്ലി തരുവോളാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോണ്ടല്ലോ, അമ്മച്ചി പറയാണേ, നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ 2ാമത്തെ കുർബാനയും കൂടിയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾക്കതിൻ്റെ കൃത്യം പിവട്ടൽ ചേഞ്ച് എന്നു മനസ്സിലായോ? ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞെന്ന് മനസ്സിലായോ? പണ്ട് കാലത്ത് എൻ്റെ 12ാമത്തെ ചെറുക്കന് അമ്മയുടെ വയറ് കഴുകി ഇറങ്ങി വന്ന അവസാനത്തെ പ്രജയ്ക്ക് 2ാമത് നനയാത്ത ദോശ നീട്ടിയപ്പം ഒരല്പം ചമ്മന്തി തരാൻ പറ്റാഞ്ഞ ഒരു കാലമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അമ്മയ്ക്കത് ഓർമ്മയിൽ വേദനയുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ 12ാമത്തെ ചെറുക്കന് ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ചമ്മന്തിക്കകത്ത് കുളിപ്പിച്ചിട്ട് വിടാം. അവനെല്ലാം അന്ന് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാലമായി. എൻ്റെ അമ്മച്ചി കുർബാന അല്പം മുടങ്ങിയപ്പം, അത് ഇട ദിവസമല്ലേ, ഈശോയോട് പറയാം, തമ്പുരാനെ ഇന്ന് എൻ്റെ ചെറുക്കൻ ഉറങ്ങിപ്പോയി, ഞാൻ ഇച്ചിരി കുർബാനയും മുടങ്ങിപ്പോയി. ഈശോ പോലും പറയും, ഡി അന്നമ്മേ, നീ വേഗം പോയി ചെറുക്കനെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കേ, അവനെ വിട്. തമ്പുരാൻ പോലും ഓടിച്ചു വിടും. പക്ഷേ തൻ്റെ 12ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആർദ്രമായ വാത്സല്യം അമ്മയുടെ വാരിയലിനെ പൊടിച്ചപ്പോൾ, തൻ്റെ 12ാമത്തെ കുഞ്ഞിനെ സ്നേഹാർദ്രത കൊണ്ട് പൊതിയാനുള്ള ഒരമ്മയുടെ പരമവാത്സല്യം അമ്മയെ നിർബന്ധിച്ചപ്പോൾ, ഷീ മെയ്ഡ് ഇറ്റ് സബോർഡിനേറ്റ് ടു ദ കോസ് ഓഫ് വർഷിപ്പ്. ആരാധനയ്ക്ക് താഴെ കൊണ്ട് എന്നെ വെച്ചിട്ട് പറഞ്ഞു, നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ 2ാം കുർബാന കൂടിയിട്ടാ വന്നത്. ഞാൻ അന്നെൻ്റെ അമ്മയെ പഴിച്ചതിന് കയ്യും കണക്കുമില്ല. എൻ്റെ അമ്മ സത്യത്തിൽ എന്നെ തവിട് കൊടുത്ത് വല്ലതും വാങ്ങിയതാണോ ഈ സ്ത്രീ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ സർവാത്മന സന്തോഷിക്കുന്നു. ആരാ നിന്റെ ധനമെന്ന ചോദ്യത്തിന് 12 മക്കളെ പെറ്റ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മൂത്തവനല്ല, എൻ്റെ ഇളയവനുമല്ല, അങ്ങാണ് എൻ്റെ ധനം. നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ നോക്കിക്കേ, നമുക്ക് ഞായറാഴ്ച കുർബാന മുടങ്ങിയിട്ട് നമുക്ക് അന്തരാളത്തിൽ ഒരു പിടച്ചിലില്ല. എൻ്റെ അമ്മയോട് ഈ ശാപം ചോദിച്ചു പോലുമില്ല. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, അങ്ങാണെൻ്റെ ധനം. അങ്ങനൊരു അമ്മയില്ലായിരുന്നെങ്കിൽ ഞാനിന്നത് പഠിപ്പിച്ചാലും സത്യമുള്ള പഠനമാവില്ലായിരുന്നു. തൊഴിൽ ചെയ്തു നിരന്തരം പരിപാലിച്ചവനേ. നിങ്ങളിലെ ഒരമ്മ ഇന്നലെ വന്ന് എൻ്റെ മുമ്പിൽ പാടിയപ്പോഴാണ് ഞാൻ ഈ പാട്ട് ഓർത്തത്. ഇന്നലെ നിങ്ങളുടെ കൊയറിൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് മിണ്ടിയപ്പോഴും അപ്പോഴാണ് ഞാൻ ഓർത്തത്. നമുക്ക് ഈ 2 വരി ഒന്ന് പാടാം. കഴിഞ്ഞ വർഷം വെച്ച് ഈ പാട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ തൊഴുത്തിൽ നടിച്ചാൽ മതി. തൊഴുത്തിൽ ഫാദർ ഷാജി നടിച്ചാൽ മതി. നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. 4 വരി താളത്തോടുകൂടി പാടാം. തൊഴുത്തിൽ ജനിച്ചവനെ, താലോലിച്ചവനെ. ഒരമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അഭിനയിച്ച് ഈ പാട്ട് പാടി. അപ്പോൾ ഞാൻ ഓർത്തത് 2 വരി ഒന്ന് പാടിയേക്കാം. താളത്തോടുകൂടി പാടാം ജോബി. രണ്ട് കരങ്ങളും നെഞ്ചിൽ വെച്ച്
നമ്മുടെ കുരിപ്പുഴയെ സമർപ്പിച്ച് പാടിയാലോ? കുറച്ചു പേർക്ക് അറിയാലോ, അറിയാവുന്നവരൊക്കെ പാടി. തൊഴുത്തിൽ ജനിച്ചവനെ താലോലിച്ചവനെ, തൊഴുത്തിൽ ജനിച്ചവനെ താലോലിച്ചവനെ, തൊഴിൽ ചെയ്തു നിരന്തരം പരിപാലിച്ചവനെ, മുഴുമനസോടെ സ്നേഹിച്ചവനെ, മാറിയോസേപ്പേ ഞങ്ങൾക്കെന്നും നീ മാതൃക, മാറിയോസേപ്പേ ഞങ്ങൾക്കെന്നും നീ മാതൃക, മാറിയോസേപ്പേ മാറിയോസേപ്പേ ദിവ്യ മാതൃക നീ, അധ്വാനത്തിൽ പുണ്യമാതൃക നീ, മാറിയോസേപ്പേ മാറിയോസേപ്പേ ദിവ്യ മാതൃക നീ, അധ്വാനത്തിൽ ദിവ്യ മാതൃക നീ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധരെ, നമ്മൾ ഇന്നലെ പാടിയ ഒരു പാട്ടും കൂടെ ഓർത്തപ്പം, ഇന്ന് ഞാൻ ശക്തികുളങ്ങരയിൽ ഉച്ചയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പം ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സഹോദരി പറഞ്ഞു, ഷജിച്ച കുരിപ്പുഴക്കാരോട് അച്ഛൻ്റെ പാട്ടുകൾ പരിചയപ്പെടുത്തണം. അങ്ങനെ പരിചയപ്പെടുത്താൻ നമ്മളൊരു സംഗീത ശുശ്രൂഷയിലല്ലല്ലോ, ആഗ്രഹമുണ്ട്. പക്ഷെ ഓർത്തപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇന്നലെ വൈകിട്ട് ഒരു മിടുക്കൻ പയ്യൻ ഒരു പാട്ട് പാടിയായിരുന്നു, യൗസേ പിതാവേ യൗസേ പിതാവേ. ഓർക്കുന്നുണ്ടോ അത്? ഞാൻ തന്നെ, എനിക്ക് മെമ്മറിക്ക് ഇച്ചിരിച്ച പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. യൗസേ പിതാവേ യൗസേ പിതാവേ ഞങ്ങൾക്ക് കാവലാകണേ. ഇത് നമ്മുടെ പാട്ടാണ്. ഈ പള്ളിയിൽ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ കൊയർ അത് പാടുന്നത് കേട്ടപ്പോഴും സന്തോഷം തോന്നി. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിലായിരിക്കാം. മോനെ അച്ഛന് ഇവിടെ ഒരു അല്പം കൂടെ ട്രബിൾ ഇട്ട് തന്നേര്, ഇവിടെ ഒന്ന് തിരിഞ്ഞ് കേട്ടോട്ടെ. ഞാൻ ബാക്കിയെല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ഒത്തിരി പേരെ കണ്ടും അവരോട് മിണ്ടിയും ഒക്കെ ശബ്ദം ഇങ്ങനെ അവസാന ദിവസങ്ങളിൽ നഷ്ടപ്പെടും. അച്ഛൻ്റെ ശബ്ദത്തിൻ്റെ മിഡിൽ ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ അടവങ്ങ് മാറി വൃത്തിയായിട്ട് വരും. നിങ്ങൾ ഈശോയുടെ നാമത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി. രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ ദേശത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ സമയത്ത് എമാനുവേലും ജോബിയും നൈജുവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നൊരു 55-60 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ നോടിച്ച് കേൾക്കാനും സാധിച്ചു. അപ്പം ഒരു സന്തോഷമുള്ളത്, ഒരു വ്യക്തി മാത്രം ഇന്ന് കാണാൻ വന്നതിൽ ഒരു വ്യക്തി മാത്രം പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. 55-60 പേരെ കണ്ടു, ഒരു വ്യക്തി മാത്രം 55-56 പേരിൽ ഒരു വ്യക്തി മാത്രം എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ധ്യാനം നാളെ തീരും. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് പാട്ടുകൾ പാടണമെന്ന്. പക്ഷെ അത് അങ്ങനെ കണ്ടമാനം പാട്ടുകൾ പാടാൻ നമുക്ക് പറ്റില്ലല്ലോ. തന്നെയല്ല, അഹങ്കാരം പറഞ്ഞതല്ല, എനിക്കിഷ്ടമുള്ള 100-300 പാട്ട് എനിക്കുണ്ട്. എൻ്റെ പാട്ടുകളെല്ലാം എനിക്ക് ജീവനാ. അതിൽ തന്നെ 100-300 പാട്ടുകൾ എനിക്ക് ജീവന്റെ ജീവനാ. ഇവിടെ പാടാൻ പോയാൽ തന്നെ എടുക്കും 10-55 മണിക്കൂർ. അപ്പൊ അതൊന്നും സാധ്യമല്ല. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 പ്രബോധനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഉറങ്ങിപ്പോകാതെ സന്തോഷത്തോടെ പ്രബോധനങ്ങൾക്ക് വില കൊടുക്കണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ഈ വിശുദ്ധ ജനത്തിന് വേണ്ടി
എൻ്റെ പ്രിയപ്പെട്ട സന്യാസിനിമാരെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിൽ സന്തോഷം. പക്ഷെ നിങ്ങൾ നമ്മുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ അടുത്ത് വന്ന എല്ലാവരോടും ഞാൻ ഇന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കണം. കാരണം ആദ്യത്തെ 5 ദിവസം ധ്യാനം നടത്തുന്ന ഒരു സ്ഥലം, ദാറ്റ് പ്ലേസ് ഈസ് ഗ്രേറ്റ്. എല്ലാവരും ഈ 3 ദിവസത്തെ ധ്യാനം കൊണ്ട് നിർത്തുമ്പം 5 ദിവസത്തെ ധ്യാനമാണ് നല്ല കാര്യം. പക്ഷെ നമുക്ക് 2 ദിവസം പോയി, അതിനെക്കുറിച്ച് ദുഃഖിക്കാൻ പറഞ്ഞതല്ല. ഇനിയുള്ള മണിക്കൂറുകൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും അത്ര കൊതിയോടെ ഇരിക്കണം. പരിസരങ്ങളിൽ കുറച്ച് വർക്കുകൾ നടപ്പുണ്ട്. സത്യത്തിൽ ഒരു ഡൈവേർഷനാണ്. അച്ഛൻ്റെ ചെവിക്കകത്ത് ഈ ശബ്ദം എല്ലാം കൂടെ വന്ന് വീഴുന്നുണ്ട്. സത്യത്തിൽ മനപ്രയാസമാണ്. കാരണം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഈ സമയത്ത് കൃത്യം ഈ അടുത്ത വശത്ത് ജോലി ചെയ്യുമ്പം മനപ്രയാസമുണ്ട്. പക്ഷെ ഇതെൻ്റെ സ്ഥലമല്ലാത്തത് കൊണ്ട് അത് സഹിക്കാനേ എനിക്ക് പറ്റൂ. എൻ്റെ സ്വന്തം സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഈ സമയത്ത് ഈ ജോലി അനുവദിക്കത്തില്ല. കാരണം അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടായി ശുശ്രൂഷ ചെയ്യുന്നത്. ഇതിലെ ആളുകളുടെ എണ്ണമല്ല, പങ്കെടുക്കുന്നവരുടെ ആത്മരക്ഷയാണ് വളരെ പ്രധാനപ്പെട്ടത്. അച്ഛനൊരു അപേക്ഷയുള്ളത്, ഈ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടമാനം ഡിസ്റ്റർബൻസ് വരാതെ, ഭയങ്കര ശബ്ദം കേൾക്കാതെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സൗമനസ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, that would have been beautiful. ദൈവത്തിന്റെ വചനത്തോട് കൊടുക്കുന്ന ഒരു വലിയ നന്മയായിരിക്കും അത്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അല്ലെങ്കിൽ കൊച്ചച്ഛനോടുകൂടെ പറയും, ഈ സമയത്ത് ഒരല്പസമയത്തേക്ക് എൻ്റെ ചെവിയിലോട്ട് വന്ന് ഒത്തിരി ശബ്ദം അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും പാടി ചിലപ്പോൾ കാണത്തില്ല, നിങ്ങൾ മൈക്കിൽ കൂടെ അത് കേൾക്കുന്നത്. ഓക്കെ, ഇതെൻ്റെ സത്യം കൊണ്ടും ഇതൊരു വെറുപ്പോ ഒരു അസ്വസ്ഥതയോ പിണക്കമോ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു മനുഷ്യരുമല്ല ഞാൻ. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത്. ഈ ശുശ്രൂഷയുടെ കൃത്യസമയത്ത് ഇടത്തുവശത്തുള്ള പണി ഇച്ചിരി ഒഴിവാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ആരാണ് ഭഗ്നാശനായത്? ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ചുമ്മാ അതൊന്നും നോക്കണ്ട, കഴിഞ്ഞ കാലങ്ങളെ ഓർക്ക്. നിങ്ങളുടെ മുൻപുള്ള തലമുറകളോട് ചോദിക്ക്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് തെണ്ടിത്തിരിഞ്ഞു പോയത് ആരാ? സങ്കീർത്തനം 37:25 എന്ത് മനോഹരമെന്നറിയോ? ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ ഭാരപ്പെടുന്നതും അവന്റെ മക്കൾ ഭിക്ഷ തെണ്ടുന്നതും ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എന്ത് ലോജിക്കലായിട്ടാണ് ബൈബിൾ പറയുന്നത്. ഞാൻ വളരെ കൊച്ചു പയ്യനായിരുന്നു, ഇപ്പൊ നല്ല പ്രായമായി. പക്ഷെ ഇത്രയും കാലം നീതിമാൻ തകർന്നു പോകുന്നതും അവന്റെ മക്കൾ ഭിക്ഷ തെണ്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചവൻ, നമ്മൾ ഇന്ന് വായിച്ച ബൈബിൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആശ്രയിക്കുന്നവൻ, ജെറമിയയുടെ പുസ്തകമാണ് ഇന്ന് പള്ളിയിൽ വായിച്ചത്. ജെറമിയയുടെ 17-ാം അധ്യായത്തിൽ പറയുക, ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. 2 കരങ്ങളും ഉയർത്തി പറയാമോ? അതിനെ വേനൽക്കാലം തീണ്ടുന്നില്ല. ഒരു മായാജാലക്കാരന്റെ വാക്കല്ല ഇത്. ഈ ആശ്രയിക്കുക എന്നതിന് മറ്റൊരു പദമാണ് ആരാധിക്കുക. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ദൈവത്തെ പരിപൂർണമായും, ത്രിത്വൈക ദൈവത്തെ പരിപൂർണമായും അച്ഛൻ ആശ്രയിക്കുന്നു എന്നതിൻ്റെ ഒരു പകരപ്പേരാണ് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ. വിശുദ്ധരെ എല്ലാവരും ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം തന്നെ അവര് ആരാധിക്കുന്നവരായിരിക്കണം. മോശയെ ശട്ടം കെട്ടി ഫറവോയുടെ കഠിനഹൃദയത്തിന്റെ മുമ്പിലേക്ക് ദൈവം വിടുമ്പം മോശയെ കൊണ്ട് ദൈവം പറയിക്കുന്നത്
തേനും പാലും കുടിക്കാൻ എൻ്റെ ജനത്തെ വിടാനല്ല, അവരെ കുറച്ചുകൂടെ സ്വതന്ത്രമായി ഭക്ഷിക്കാൻ വിടാനല്ല. ബൈബിളിന്റെ രഹസ്യവാക്യതാണ്. നിങ്ങൾക്ക് പൂരിപ്പിക്കാമെങ്കിൽ പൂരിപ്പിക്ക്. എൻ്റെ ജനത്തെ, ശരിയാ, എൻ്റെ ജനത്തെ, ശരിയാ പറയുന്നത് ശരിയാ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ. വലിയ അഭിനന്ദനങ്ങൾ. നിങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ജനത്തെ ഫറവോ നീ വിട്ടയക്കുന്നത് തിന്നാനും കുടിക്കാനുമല്ല, തേനും പാലും കുടിക്കാൻ ശേഖരിക്കാനല്ല, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. എൻ്റെ കൂടെ ഒന്ന് പറയാവോ? എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. പറ. ആദ്യത്തെ ഒരു 2-3-4 മിനിറ്റുകൾ ഇച്ചിരി മടുപ്പ് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഉറക്കെ പറഞ്ഞേ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. അപ്പം ജനത്തിന് വിടുതൽ കിട്ടിയാൽ അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? വെരി ഗുഡ്. മിടുക്കന്മാരും മിടുക്കികളും. ചുമ്മാ രസിപ്പിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ ജനത്തെ നിങ്ങള്, മോശയോട് ദൈവം പറഞ്ഞ എന്താ? ജനമേ, നിങ്ങളെ ഫറവോ വിട്ടയച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താ? നിങ്ങൾ എന്തെടുക്കണം? ഉറക്കെ പറ, ഒരുമിച്ച് പറ. നിങ്ങൾ എന്നെ നോക്കിക്കേ. നമ്മൾ ആരാധിക്കുന്നത് വിടുതൽ പ്രാപിക്കാനാണ്. ബൈബിൾ ഇതിനെ റിവേഴ്സ് ചെയ്തിട്ട് പറയുക, യുവർ ഇമാൻസിപ്പേഷൻ, യുവർ ഹീലിംഗ് ഷുഡ് ലീഡ് യു ടു വർഷിപ്പ്. ബൈബിൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ബൈബിൾ പറയുന്നത് നിനക്ക് വിടുതൽ കിട്ടുന്നത്, സൗഖ്യം പ്രാപിക്കുന്നത്, നീ മോർ ആൻഡ് മോർ ആരാധിക്കാൻ ആണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും. കൊല്ലംകാരെ, നിങ്ങൾ ഭക്തരായതുകൊണ്ട്, ഇവിടെ ഒരുപാട് വലയിട്ട് മീൻ പിടിക്കുന്നവരുമായതുകൊണ്ട് നിങ്ങളെയും വലയിൽ പെടുത്താൻ എളുപ്പമാണ് എന്നും പറഞ്ഞ് മറ്റെല്ലാ ഒരു പ്രബോധകരെയും കുറ്റപ്പെടുത്തുകയല്ല. വ്യക്തിപരമായി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മോക്ഷവും വിമോചനവും ആര് തന്നെ, ഒരു ദൂതൻ തന്നെ വന്ന് പറഞ്ഞാലും അവര് നിങ്ങളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, വെറും വിടുതലിന്റെ മായാജാലം കാണിച്ച് ഭ്രമിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റിലാണെന്നറിയണം. പലതരം നെഞ്ചിൽ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഒന്ന് കേട്ടെ. കഴിഞ്ഞ 30-40 വർഷം കോട്ടയിലും ഡിവൈനിലും പോയിട്ട് നമ്മളിൽ അനേകര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പറ, ഉണ്ടോ ഇല്ലയോ? അത്ഭുത ഒരുപാട് അത്ഭുതങ്ങൾ പ്രാപിച്ചവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുമില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. എന്നിട്ടെന്താണ് ഒരിക്കൽ എടുത്ത പൊങ്ങാത്തൊരു അത്ഭുതം യേശുവിൽ നിന്ന് സ്വീകരിച്ച ഒരുവൻ, ഈ നാട്ടിലൊക്കെ പോലും കത്തി നിന്ന ഒരുവൻ, ഇന്ന് വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആരാധിച്ച മനുഷ്യനാ. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റായി കിട്ടിയ വിടുതലാണെങ്കിൽ നീ മോർ ആൻഡ് മോർ ആരാധിച്ചു കൊണ്ടിരിക്കും. നിന്റെ അഭിഷേകം ചോരുകയില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. വീണുപോയവരെ കുറ്റം വിധിക്കാനല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് കൃത്യമാണോ? അത്ഭുതകരമായ ഒരു സൗഖ്യം ശരീരത്തിൽ കിട്ടി. അയാൾ അന്നൊക്കെ ഓടി നടന്ന് പറഞ്ഞു, യേശു എന്നെ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് എന്തിയേ? ആ ജെയിംസ് എവിടെ പോയി? ഇന്ന് ശുശ്രൂഷയിലില്ല. അയാളെ കുറ്റപ്പെടുത്താനല്ല. അതിന്റെ രഹസ്യം എന്താ? അയാൾ ഈ സൗഖ്യത്തിന് വേണ്ടി യാചിച്ച് 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 ഈ സൗഖ്യം പ്രാപിച്ചു. ഈ സൗഖ്യം അദ്ദേഹത്തെ, നിങ്ങൾ പൂരിപ്പിക്ക്, ആരാധനയിലേക്ക് നയിച്ചില്ല. എന്റെ ജനത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നീ വിടേണ്ടത്, അല്ലാതെ അവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് തിന്നാൻ കൊടുക്കാനല്ല. അവര് കൂടുതൽ കൂടുതൽ ആരാധിക്കണം. 2 കരങ്ങളും ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എല്ലാവരും കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. വിശുദ്ധരെ, ഞങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ, നിങ്ങൾ കുറെ പേര്
സ്നേഹം കൊണ്ട് പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നല്ല കാര്യം. നിങ്ങൾ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഷാജി അച്ഛ, ഇന്നലെയും ഒരാൾ വന്ന് പറഞ്ഞു, ഷാജി അച്ഛ ഈ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് അച്ഛൻ്റെതാണെന്നറിയാം. യൗസേ പിതാവേ, യൗസേ പിതാവേ. ഇതൊക്കെ കേൾക്കുമ്പം എൻ്റെ സന്തോഷം കൂടുമോ ഇല്ലയോ? ഒരുമിച്ച് പറയും. നമ്മൾ ഈ നാളെയും കൂടെ കാണത്തുള്ളൂ. ഇനി കുറെ കൂടെ പേര് ഇന്ന് ചുറ്റിപ്പറ്റി നിൽക്കുകയും പാട്ടിനെ കുറിച്ച് പറയും. ഇന്നൊരു അമ്മ വന്നിട്ട് പറഞ്ഞു, വേലിയുടെ പാട്ട് പാടാമെന്ന് ചോദിച്ചു. ഇന്ന് വേലിയുടെ പാട്ട്. ഞാൻ വേലിയുടെ പാട്ടോ? അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, അമ്മേ മാതാവേ എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഈ പാട്ടിനെ കുറിച്ചാ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ. ഈ പാട്ടിനെ കുറിച്ചാ. ഈ പാട്ട് കേട്ടൊരുന്ന് കരമുയർത്തിക്കേ. കുറച്ചു പേർക്ക് അറിയാം. നിങ്ങൾ കേൾക്കണം, നല്ല പാട്ടാ. ചങ്ക് പൊട്ടി എഴുതിയതാ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പം എൻ്റെ സന്തോഷം കൂടുമോ ഇല്ലയോ? ഒരുമിച്ച് പറയുന്നേ, കൂടുമോ ഇല്ലയോ? അങ്ങനാണെങ്കിൽ കുരിപ്പുഴക്കാരെ നമ്മൾ മുഴുവനും, ലോകത്തിലുള്ള സകല മനുഷ്യരും, കൊല്ലം രൂപത മുഴുവനും ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ സന്തോഷവും ദൈവത്തിന്റെ മഹിമയും ദൈവത്തിന്റെ ആനന്ദവും കൂടുവോ ഇല്ലയോ? വലതുകരം ഉയർത്തി പറ, കൂടുവോ ഇല്ലയോ? ചൂടുറക്കെ പറ, കൂടുവോ ഇല്ലയോ? ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, നീ എങ്ങും പോയി പറഞ്ഞേക്കല്ലേ, കൂടത്തില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടായി വലിയ വായിൽ പറഞ്ഞത്? നിങ്ങൾ വെറും മണ്ടന്മാരായതുകൊണ്ടാണോ? അല്ല. 80% പേരും കരമുയർത്തി പറഞ്ഞു, കൂടും കൂടും, പിള്ളാരെ പോലെ പറഞ്ഞു. എന്തുകൊണ്ടാ വിശുദ്ധരെ, കൊല്ലംകാരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നമ്മൾ വാഴ്ത്തിയാലും ഇല്ലെങ്കിലും ദൈവം പരമസന്തോഷമല്ലേ? ദൈവം സമ്പൂർണ്ണ മഹിമയല്ലേ? നമുക്ക് ആർക്കെങ്കിലും ദൈവത്തിന്റെ മഹിമ കൂട്ടാൻ പറ്റുമോ? പിന്നെന്തിനാ കൂടുമെന്ന് പറഞ്ഞത്? ഞാൻ ഈ പറയുന്നത് ആരാധനയെക്കുറിച്ച് പറഞ്ഞ് നാം ചിന്തിക്കുമ്പോഴെല്ലാം, സാധാരണ മനുഷ്യൻ ഒന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല കേട്ടോ. ആരാധനയെക്കുറിച്ച് എല്ലാവരും നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം മനുഷ്യന്റെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നെ നോക്കിക്കേ, ഷാജി അച്ഛനോട് 2 പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം ഷാജി അച്ഛന് സന്തോഷമായി. ഇങ്ങനെ മനുഷ്യനോട്, ഷാജി അച്ഛനോട് പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം അച്ഛനങ്ങ് പൊങ്ങി പൊങ്ങി പോയതുപോലെ നമ്മൾ ഇങ്ങനെ സ്തുതിച്ചും മറിഞ്ഞും ദൈവത്തെ എങ്ങാണ്ട് പൊക്കി പൊക്കി സന്തോഷിപ്പിക്കുന്നു എന്ന് അറിയാതെ we think about worship in terms of human category. ഇംഗ്ലീഷ് ഇടയ്ക്ക് പറയുന്നത് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാനാ. മനുഷ്യൻ, ഷാജി അച്ഛനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പം മനുഷ്യനായ ഷാജി അച്ഛന്റെ മുഖമൊക്കെ തെളിഞ്ഞു വന്നതുപോലെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചും പാടിയും ആനന്ദിച്ച് തുള്ളിയപ്പം ദൈവം ഇങ്ങനെ ചമഞ്ഞ് വന്നു എന്ന് ആരാധനയെക്കുറിച്ച് മനുഷ്യ രീതിയിൽ നമ്മൾ ചിന്തിച്ച് വശായത് കൊണ്ടാ കൂടുമോ, കൂടും കൂടും എന്ന് പറഞ്ഞത്. രണ്ടാമത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഇല്ലെന്നും പറഞ്ഞു. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആരാധനയെക്കുറിച്ച് നമ്മുടെ ജനതയ്ക്ക്, കത്തോലിക്കൻ ഇന്നും അറിവ് കുറവാണ്. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രബോധനമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. എന്താ ആരാധന? ഓ, അതെന്നാ പറച്ചിലാ ഷാജി അച്ഛ, അതൊക്കെ നമുക്കറിയില്ലേ. ഈശോയെ എടുത്ത് വെച്ചിട്ട് തിരികൾ കത്തിച്ച് വെച്ചിട്ട് പറയണ്ട കൂടെ, എന്നിട്ട് നമ്മുടെ നിയോഗങ്ങൾ കൊടുത്ത് സമർപ്പിച്ച് ആരാധിക്കുന്നു. ഉണ്ടെന്നില്ല, അങ്ങനൊരു ഗുണമുണ്ട്. പറ, ഈശോയെ എടുത്ത് വെച്ചിട്ട് തിരികള് ആഘോഷത്തോടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ എന്താണ് പറ, അതിന് പറയാൻ പഠിക്കും. നമ്മുടെ നിയോഗങ്ങൾ പറ, അത് പറഞ്ഞേ, എന്താണ് നമ്മുടെ അത് പോരട്ടെ നമ്മുടെ നമ്മുടെ ഞാനൊരു സാധാരണ കത്തോലിക്ക അമ്മച്ചിയുടെ ആരാധനയോ സ്തുതിയോ ഒന്ന് കാണിച്ചു തരട്ടെ. മോണാക്റ്റ് ആണേ, മോണാക്റ്റ് കാണിക്കാൻ പോവാണ്.
ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ സ്തുതി, ആരാധന, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിൻ്റെ തമ്പുരാനെ, എൻ്റെ കുഞ്ഞിന് ഫെബ്രുവരി 10 എല്ലാം 17, 27 മാർച്ച് 14 അവളുടെ വിസ തീരും കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അവളെ ഇങ്ങനെ തമ്പുരാനെ തിരിച്ചു വരുത്തല്ലേ കർത്താവേ. കർത്താവേ, എൻ്റെ മൂത്തവൻ മോറിസിന് തമ്പുരാനായ ദൈവമേ, അവൻ കാനഡയിൽ കിടന്ന് വട്ടം കറങ്ങാന്ന് കേൾക്കുന്ന എൻ്റെ ഈശോയെ, അവൻ എന്നെ തമ്പുരാനെ കർത്താവേ, അവനെ നമുക്കതേ നമ്മുടെ നിയോഗത്തിനപ്പുറം നമുക്കൊരാകാശമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളിത് പറയും, ഞാനിത് പറയുമ്പം മറ്റേത് വൈദികനേക്കാളും നൊമ്പരങ്ങൾ അറിഞ്ഞ ഒരാളായിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. നമ്മുടെ ചങ്കിൽ നമ്മുടെ 100 കൂട്ടം കാര്യങ്ങൾ സ്വർഗത്തോട് പറയാൻ നമുക്കുണ്ട്. എനിക്കുണ്ടല്ലോ. നിങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്ന എനിക്ക് ചങ്ക് പൊട്ടുന്ന സങ്കടങ്ങൾ ഈശോയോട് പറയാനുണ്ട്. അത് പറയുന്നത് തെറ്റുമല്ല, പക്ഷേ അത് ആരാധനയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് യാചന പ്രാർത്ഥന. ആരാധന എന്താണ് സിസി? റോബിനെ, ആരാധന എന്താണ്? ജോണെ, ആരാധന എന്താണ്? പ്രിയങ്ക, ആരാധന എന്താണ്? ആരാധന എന്നത് ആരാ നിന്റെ ധനമെന്ന ചോദ്യത്തിന് അങ്ങാണെന്റെ ധനമെന്നുള്ള ഏറ്റുപറച്ചിലാണ് ആരാധന. 2 കരങ്ങളും ഉയർത്തി പറയുമോ? ആരാ നിന്റെ ധനമെന്ന ചോദ്യത്തിന് ഇപ്പോഴും നീ പറയുന്നത് തമ്പുരാനെ, തമ്പുരാനെ എൻ്റെ മക്കളെ, തമ്പുരാനെ എനിക്കോ പഠിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളെയും പഠിക്കണേ കർത്താവേ. നീ ആരാധിച്ചിട്ടില്ല, യാചിക്കുന്നുണ്ട്. കരങ്ങൾ താഴ്ത്തിയാട്ടെ. കർത്താവേ, തമ്പുരാനെ ശക്തികുളങ്ങര കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 3 സെന്റ് സ്ഥലമിരിപ്പുണ്ട് കർത്താവേ. ഈശോയെ, തമ്പുരാനെ റോഡ് വന്നപ്പോൾ അതിൻ്റെ 3/4 സെന്റ് പോയി തമ്പുരാനെ, ബാക്കിയുള്ളത് വിറ്റുപോകാൻ ഇടവരുത്തണേ ഈശോയെ, നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഇത് ആരാധനയല്ല, യാചനയാണ്. അത് ചെയ്തതുകൊണ്ട് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ ആരാധിക്കുന്നു എന്ന് പറയരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ആരാധന നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് ആണ്. ഇതൊരിക്കലും വിപ്ലവം പറയുകയോ നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ഇടയിൽ ഒരു നിരീശ്വരവാദി ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ഒരു അയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അയാൾ വല്ലച്ചാതി എങ്ങനെങ്കിലും മനുഷ്യന്റെ കാലേ വീണ് അദ്ദേഹത്തിന്റെ വീട് പോറ്റാൻ നോക്കുന്നു. നമ്മളോ എങ്ങനെങ്കിലും ദൈവത്തിന്റെ കാലേ വീണ് നമ്മുടെ വീട് പോറ്റാൻ നോക്കുന്നു. ഈ എന്തൊരു മാർക്കിംഗ് ഡിഫറൻസ് എന്നാ ഉള്ളത്. ഒരു നിരീശ്വരവാദി മനുഷ്യന്റെ കാലേ വീണ് മനുഷ്യന്റെ മാർഗങ്ങൾ ഉപയോഗിച്ച് അയാളുടെ കാര്യം നേടുന്നു. നമ്മള് ദൈവത്തിന്റെ കാലയിൽ വീണിട്ട് നമ്മുടെ കാര്യം നോക്കുന്നു. സങ്കീർത്തനം 53 ചോദിക്കുന്നു, ദൈവമാകാശത്തിന്റെ കിളിവാതിൽ തുറന്നിട്ട് നോക്കി തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ? ആരെങ്കിലും തന്നെ തേടുന്നുണ്ടോ? ആരാ നിന്റെ ധനം? എലിസബത്തെ, ആരാ നിന്റെ ധനം? നമുക്കിന്നും നമ്മുടെ ധനത്തെ, നമ്മുടെ വീട്, നമ്മുടെ പിള്ളേര്, നമ്മുടെ ജോലി, ഇവയൊന്നും വലിയ പ്രശ്നമില്ലാതെ പോകാൻ വേണ്ടി കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതിന്റെ പേരാണ് ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഇഷ്ടമുണ്ടെ ഉറക്കി ഒരു ഹല്ലേലൂയ പറ. അങ്ങനെ ആരാധിച്ചില്ലെങ്കിലും നമുക്ക് അഭിഷേകം കിട്ടാം. കാരണം കർത്താവ് കരുണാമയന. ഉദാഹരണത്തിന് നിങ്ങളിൽ ജോൺ എന്നൊരപ്പൻ, ജോണിനൊരു മകൻ, ജോണിന്റെ മകൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറയും, ഓ ചാച്ച, ഡാഡി ഭയങ്കര മിടുക്കനാണ് ഡാഡി, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡാഡി എന്നെ ഇഷ്ടമെന്നറിയോ, ഡാഡി ഭയങ്കര, ഡാഡിക്ക് നല്ല ജിമ്മാന്നൊക്കെ അവർ പറയുമ്പോൾ എനിക്ക് എന്നെ അഭിമാനമെന്നറിയോ, ഡാഡി യു ആർ വെരി സ്മാർട്ട് ഡാഡി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിത്രശലഭത്തെ പോലെ വട്ടം ചുറ്റിയിട്ട് ജോണിന്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തോണ്ട് പോകും. ജോണും ഇങ്ങനെ മതിമറന്നിരുന്നപ്പോൾ 100 രൂപ എടുത്തോണ്ട് പോയി. എടുത്തോട്ടെന്ന് ഓർത്തു. പിന്നെ 2 ആഴ്ചത്തേക്ക് ഈ ചെറുക്കം കണ്ടാ മിണ്ടാട്ടം ഇല്ല. 2.5 ആഴ്ച കഴിഞ്ഞ് പിന്നെ പതിയെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഡാഡിയെ ഓ ഡാഡി സ്മാർട്ടാന്ന് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ കിഷോറും ഷാരോണും ഒക്കെ പറഞ്ഞു, നിന്റെ ഡാഡി എന്നാ സ്മാർട്ടാടാ പപ്പാ, ശരിക്കും ഡാഡി എന്നാ സ്മാർട്ടാ. ഞാൻ ശരിക്കും നോക്കാം, ഡാഡി ആ കല്യാണം കഴിച്ചപ്പോഴത്തെ ഫോട്ടോ പോലെ തന്നെ ഇരിക്കുന്നു, ഡാഡിക്ക് പ്രായമാകുന്നില്ല ഡാഡി. പിന്നെ 100 രൂപ എടുത്തോണ്ട് പോയി. ഡാഡി ഇങ്ങനെ മിഴുക്കസിയാന്ന് പറഞ്ഞപ്പോ പിന്നെ 100 രൂപ എടുത്തോണ്ട് പോയി. എടുത്തോട്ട് നിർത്തത് എൻ്റെ മകനല്ലേ. 2 ആഴ്ചത്തേക്ക് പിന്നെ ചെറുക്കന് മിണ്ടാട്ടമില്ല.
പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് പതിയെ വരിക, ഡാഡിയെ, എന്റെ സ്മാർട്ട് ഡാഡിയെ, മിടുക്കൻ ഡാഡിയെ. ഇപ്പൊ ജോൺ എന്നാ പറയും? എടാ വലിയ വിളച്ചിലൊന്നും വേണ്ട, നിനക്ക് 100 രൂപ വേണമെങ്കിൽ പറ, അതങ്ങ് പറഞ്ഞാ മതി, ഈ കിടന്നുകൊണ്ട് വട്ടം ചുറ്റി കളിക്കണ്ട. നിങ്ങൾ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധരെ, ദൈവത്തിന്റെ അനന്ത കരുണയിൽ നിസാരരായി നമ്മൾ യാചിക്കുന്നത് പ്രാപിക്കുന്നത് കൊണ്ട് നാം ആരാധിക്കുന്നുവെന്ന് വിശുദ്ധരെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഈ കാലഘട്ടം മുഴുവൻ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപരാധം, ഒരു കുറവ്, നാം യാചിക്കുന്നതേ ഉള്ളൂ, നാം ആരാധിക്കുന്നില്ല. ആരാധിക്കുമ്പോൾ നാം ദൈവത്തിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഉറക്കെ പറ, ആരാധിക്കുമ്പോൾ. എല്ലാവരും പറ, ആരാധിക്കുമ്പോൾ നാം ദൈവത്തിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. എല്ലാവരുടെ കൂടി പറയും, നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന് അതുകൊണ്ട് ഒരു മെച്ചവും ഇല്ല. നിങ്ങൾ പേടിച്ച്, മെച്ചമില്ല. നമ്മൾ ദൈവത്തിന് ഒരു നന്മയും ചെയ്യുന്നില്ല. We cannot add anything to the essence of God. ദൈവത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെന്തിനാ ആരാധന? വിശുദ്ധരെ, ദൈവത്തിൽ കൂട്ടിച്ചേർക്കാൻ നാം കൊടുത്ത സ്തുതിയും ബഹുമതിയും ആരാധനയും രാജ്യവും ശക്തിയും മഹത്വവും, എൻ്റെ അപ്പാ നിനക്ക്, പരിശുദ്ധാത്മാവേ നിനക്ക് ആരാധന, നിനക്ക് മഹത്വം, സ്തുതി, സ്തോത്രം, രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക്, ഞാൻ നിന്നെ ആരാധിക്കുന്നു, നീ പരിശുദ്ധൻ, പരിശുദ്ധി നിന്റേത് മാത്രം എന്നിങ്ങനെ നാം ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നേർന്ന രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ദൈവം പാപിയായ ആരാധകനിൽ കൂട്ടിച്ചേർക്കും. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇങ്ങനെ കരങ്ങൾ അടിക്കാൻ പറഞ്ഞ അച്ഛന്റെ പ്രസംഗത്തിനല്ല, ഈ പ്രബോധനം നിങ്ങളുടെ തലയ്ക്കകത്തിരിക്കട്ടെ. ശക്തമായി കരങ്ങൾ അടിച്ചും ദൈവത്തെ സ്തുതിച്ചേ, ശക്തമായിട്ട്. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആരാധിക്കാത്തത്. നാം ദൈവത്തിന് നേർന്ന രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം ഇറ്റ് വിൽ റിഫ്ലക്ട് അപ്പോൺ us, നമ്മളിലേക്ക് വന്ന് പ്രതിഫലിച്ചിട്ട് നമ്മൾ ദൈവത്തെ പോലെയാകും. അതുകൊണ്ടാണ് മറിയം നാക്കെടുത്തിട്ട് ആദ്യം പറയുന്ന ആ പൊതുവാക്യം, ദ വെരി ഫസ്റ്റ് പബ്ലിക് പ്രൊക്ലമേഷൻ, മറിയം ആദ്യം പറയുന്ന പൊതുപ്രഖ്യാപനം എന്താ? എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടെ പറഞ്ഞേ, എൻ്റെ ആത്മാവ്. എല്ലാവരും പറഞ്ഞ സന്തോഷമായിരുന്നു. അതൊരു പഠനം കൂടി ആയതുകൊണ്ടാണ്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ച് പറ, അപ്പന്മാരും ചേർന്ന് പറ, എൻ്റെ ആത്മാവ്. അല്ലെന്നേ, ഇതിന്റെ അർത്ഥം എന്നാ? എന്റെ അർത്ഥം എന്നാ? അതിനകത്തുണ്ടല്ലോ, എൻ്റെ ആത്മാവ് ദൈവത്തെ. അതിനകത്ത് ഇനി എന്നാ അർത്ഥമാ? ഉണ്ട് വിശുദ്ധരെ, അത് നമ്മൾ പഠിക്കണം. അമ്മ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. പൊന്നുമക്കളെ, നിങ്ങൾ നോക്കിയപ്പം നസ്രത്തിലെ യേശുവയുടെ അമ്മ മേരി, നിങ്ങൾ നോക്കിയപ്പോ വെള്ളം കോരുകയാ, നിങ്ങൾ നോക്കിയപ്പോ ഉണ്ണിക്ക് ഉടുപ്പ് തയ്ക്കുക, നിങ്ങൾ നോക്കുമ്പം മേരി എന്നെടുക്ക, മേരി ഞാൻ 2 അത്തിയട ഉണ്ടാക്കുവാ എലിസബത്തെ. നിങ്ങൾ നോക്കിയപ്പം മറിയം അത്തിയട ഉണ്ടാക്കുകയാണ്, ചിലപ്പം തടിശാലയിലെ ചിന്തേര് വാരിക്കോരി കളയുകയാണ്, ഉണ്ണിക്ക് ഉടുപ്പ് തയ്ക്കുക. അപ്പുറത്തെ മേരി എന്നാ എടുക്കുക അമ്മേ എന്ന് ബെഞ്ചമിൻ ചോദിച്ചപ്പം ബെഞ്ചമിന്റെ ഭാര്യ പറഞ്ഞാണ്, ആ അരുവിയിലേക്ക് പോകുന്ന കണ്ട് വെള്ളം കോരാനാ മറ്റോ പോയതായിരിക്കും. വിശുദ്ധരെ, അമ്മ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? മക്കളെ, ഞാൻ വെള്ളം കോരിയപ്പോഴും, ഞാൻ ഉണ്ണിക്ക് ഉടുപ്പ് നെയ്തപ്പോഴും, അത്തിയട ഉണ്ടാക്കിയപ്പോഴും, ഭാഗ്യമായി ഞാൻ അത്തിയട ഉണ്ടാക്കിയെങ്കിലും മൈ ഇൻവേർഡ് സോൾ വാസ് വർഷിപ്പിംഗ് ഗാഡ്. എൻ്റെ ആത്മാവ് ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ, അത് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ പള്ളി വന്നിട്ട് പോയി മീൻ പിടിക്കാൻ പോയി, നമ്മൾ പള്ളി വന്നിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് പോയി ജോലി ചെയ്യാൻ പോയി, പ്രാർത്ഥിച്ചിട്ട് പോയി കച്ചവടം ചെയ്തു എന്ന് പറയുന്നതിന്റെ ഒരു ചേരാഴിക. നാം അർപ്പിച്ച കുർബാനയുടെ ഒരു എക്സ്റ്റൻഷനാണ് എൻ്റെ മീൻപിടുത്തം. കാരണം ഞാൻ അപ്പോഴും ആത്മാവിൽ ആരാധിക്കുകയാണ്. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയ.
ഞാൻ ആരാധിക്കുകയാണ് പഠിപ്പിക്കുമ്പം, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പം ഞാൻ ഈശോയെ ആരാധിച്ചതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ സക്കറാരി കണ്ടിട്ട് യേശുവിന് മഹത്വം കൊടുത്തിട്ട് എൻ്റെ ആത്മാവ് ആരാധിക്കുകയാ, ഞാൻ പഠിപ്പിക്കുകയല്ല. അതുകൊണ്ടാ പണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഒരു പള്ളി പണിയുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്നാ എടുക്കുക? പൊട്ടാ, നിനക്ക് കാണാൻ മേലെ, ഞാൻ ചാന്ത് കുഴയ്ക്കുക. അടുത്തയാളോട് ചോദിച്ചു, എന്നാ എടുക്കുക? ഇയാൾ എന്നെ പൊട്ടനാണ്, ഞാൻ ഇഷ്ടിക ചുമക്കുന്നത് കാണാൻ മേലെ. അടുത്തയാളോട് ചോദിച്ചു, പറഞ്ഞു, എൻ്റെ സഹോദര, ഇയാൾ വേറെ വല്ല പണിക്ക് പോകും, ഞാൻ കല്ല് പൊട്ടിക്കുന്ന കാണാൻ മേലെ. മറ്റൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്നാ എടുക്കുക? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചുമ്മാതെ മിറ്റം അടിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേവാലയം കെട്ടുകയാണ്. ഞാൻ കരിയില പെറുക്കുകയല്ല, ഞാൻ ദേവാലയം കെട്ടുക. ഈ മനുഷ്യന്റെ ആത്മാവ് ആരാധിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ആരാധനയുടെ കൾച്ചർ നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കൊരു സൗഖ്യം മാത്രം മതി. അതാകട്ടെ നമ്മൾ തലയിട്ടടിച്ചിട്ടൊന്നും കിട്ടുന്നും ഇല്ല. രണ്ട് കർഷകരുണ്ടായിരുന്നു. ഒരു കർഷകൻ പറഞ്ഞു, തമ്പുരാനെ, നീ ഇത്രയും വേർതിരിവുള്ളവനാണോ? എൻ്റെ അയൽക്കാരൻ തൊട്ടതെല്ലാം പൊന്നാകുന്നു, ഞാനിവിടെ കിടന്ന് കുട്ടിക്കരണം പറഞ്ഞിട്ട് എൻ്റെ വിളവെല്ലാം മോശം. ദൈവം, എന്ന് ഞാൻ ഒരാളോട് ഇത് പറഞ്ഞായിരുന്നു, ദൈവം ഈ പരാതി പറഞ്ഞ കർഷകനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു വിത്ത് തരാം, നാളെ ഒന്ന് നന്നായിട്ട് വിതയ്ക്കാവോ? തമ്പുരാനോട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ വിത്ത് വിതയ്ക്കാനൊന്നും നീ പഠിപ്പിക്കണ്ട, അതൊക്കെ എനിക്കറിയാം. ദൈവം പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷേ വരമ്പത്ത് വീഴരുത്, കുഴിയിൽ താഴരുത്, എങ്ങും കൂടിക്കിടക്കരുത്, ഈ വരമ്പിനിടയ്ക്കുള്ള വാച്ചാലിൽ വെള്ളം പോകുന്ന വഴിത്താരയിലും വീഴല്ലേ. കർത്താവേ, ഇതൊക്കെ എനിക്കറിയാം, നീ ഇതൊന്ന് എപ്പോ വിതച്ച് തീർക്കണമെന്ന് പറഞ്ഞാൽ മതി. തമ്പുരാൻ പറഞ്ഞു 3 മണി. ഇയാൾക്ക് വിത്ത് വിതയ്ക്കാനൊക്കെ നന്നായിട്ട് അറിയില്ലേ. ഇയാള് വിത്ത് വെട്ടിയെടുത്ത് രാവിലെ അതിമനോഹരമായിട്ട്, ജീവിതത്തിൽ ഒരിക്കലും വിതയ്ക്കാത്തതുപോലെ വൃത്തിയായിട്ട് വിത്ത് വിതച്ച് 2:40 വിത്ത് വിതച്ച് കഴിഞ്ഞു. ദൈവത്തിന്റെ മുമ്പിൽ വന്നു വാദമുഖം പറഞ്ഞു, കർത്താവേ, പെർഫെക്റ്റായി ഞാൻ വിത്ത് വിതച്ചു. തമ്പുരാൻ പറഞ്ഞു, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, നീ നന്നായിട്ട് വിത്ത് വിതച്ച് കേട്ടോ. മനുഷ്യൻ പറഞ്ഞു, ഇതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം ചെറിയ സ്വരത്തിൽ ചോദിച്ചു, നീ വിത്ത് വിതച്ചുകൊണ്ടിരുന്നപ്പോഴേ നീ എത്ര തവണ എന്നെ ഓർത്ത് ആരാധിച്ചു? ഈ മനുഷ്യൻ പറഞ്ഞതേ, കർത്താവായതുകൊണ്ട് ഞാൻ വേറെ വർത്താനം പറയുന്നില്ല, വരമ്പത്ത് വീഴരുത്, കുഴിയിൽ താഴരുത്, കൂടി കിടക്കരുത്, എന്തെല്ലാം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വിതയ്ക്കാൻ പോകുന്നോ, നിന്നെ സ്തുതിക്കാൻ പോകുന്നോ? മനുഷ്യന് ഒരു തലമണ്ടയ്ക്കകത്ത് ഒരു കാര്യമില്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞപ്പോ, ഒന്ന് ചേർക്കാ, നിന്റെ അയൽക്കാരൻ വിത്ത് വിതയ്ക്കുമ്പോഴും കള പറിക്കുമ്പോഴും കാക്ക കൊത്തിക്കൊണ്ടുപോകുമ്പോഴും നിന്റെ അയൽക്കാരൻ നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. ആരാ സൂസൻ? നിന്റെ ധനം. ആരാ മെറീന? നിന്റെ ധനം. നിന്റെ ധനം ജോലിയും നിന്റെ ജീവിതവും മാത്രമാണെങ്കിൽ നീ ഒരിക്കലും ആരാധിച്ചിട്ടില്ല. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലെങ്കിലും, ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും, ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ അടിയൻ നിന്നാലും, ഞാൻ തേടിയ ജോലി ഒരിക്കലും എൻ്റെ കൈപ്പാങ്ങിലെത്തിയില്ലെങ്കിലും, എൻ്റെ സ്വപ്നങ്ങൾ ചിറകറ്റ് വീണാലും, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ. ആ കരുണയുടെ അഭിഷേകം ഭൂമിയിൽ പ്രാപിക്കേണ്ട ഭൂമിയിലെ ദൈവരാജ്യമാണ് സഭ. അതിലാ നമ്മളെല്ലാവരും. ഒരു നിരീശ്വരവാദിയെപ്പോലെ ദൈവത്തിന്റെ കാലെ പിടിച്ച് ഒരു ജോലിയോ വീടോ കൂടോ നേടണമെന്നതിനപ്പുറം അങ്ങാണെന്റെ ധനം. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് 55-60 പേര് വന്നു, ഒരാൾ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞുള്ളൂ. കഴിഞ്ഞ 25-30 വർഷങ്ങൾക്കിടയിൽ അടുത്ത ഇടയ്ക്ക് ഒരു അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ,
എൻ്റെ കുഞ്ഞുങ്ങൾ 5 പൈസ എനിക്ക് തരത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, തമ്പുരാനെ നിന്റെ അൾത്താരയിൽ അവരെ എത്തിക്കണേ. ബാക്കിയെല്ലാം ഞാൻ കൈവിട്ടു. അങ്ങാണ് എൻ്റെ ധനം. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. അപ്പന്മാര് സ്തുതിക്കാവോ? ഹല്ലേലൂയ. എൻ്റെ ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇങ്ങനെ ഒരു ആരാധന അർപ്പിക്കുമ്പം കേട്ടെ, ദൈവത്തിന്റെ മഹത്വം അച്ഛനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ദൈവപ്രവൃത്തി എൻ്റെ ചുറ്റും തനിയെ നടക്കും. ഇപ്തോ ഫാക്തോ. അതിനാൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും തീപ്പെട്ടി കൊണ്ടൊരു മെഴുതിരി കത്തിച്ചിട്ട് വെളിച്ചം തീ വരുമ്പം അയ്യോ പുകയും കൂടെ ഉണ്ടാകണേ, പുകയും കൂടെ ഉണ്ടാകണേ എന്ന് കരയേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. തീ കത്തിക്കുമ്പോൾ അക്കൂട്ടത്തിൽ എന്ത് വരും? പറ. ചെറിയ കാര്യങ്ങൾ മനസ്സിലോട്ട് കയറട്ടെ. തീ കത്തിക്കുമ്പോൾ അക്കൂട്ടത്തിൽ എന്തുകൂടെ വരും? നിങ്ങൾ മെഴുതിരി കത്തിച്ച് അല്ലെങ്കിൽ തീപ്പൊന്തം കത്തിച്ചിട്ട് അയ്യോ ഈ തമ്പുരാനെ ഈ തീ കത്തുമ്പോൾ ചൂടൂടെ കിട്ടണേ, ചൂടൂടെ കഞ്ഞിക്കലത്തിന്റെ അടുത്താണ് ഐസ് കട്ട പോലെ ഇരിക്കല്ലേ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? തീ കത്തിക്കുമ്പോൾ തനിയെ ചൂട്. പറ, ഒരുമിച്ച് പറ. തീ കത്തിക്കുമ്പം അതിന്റെ ഭാഗമായിട്ട് എന്തും കൂടെ വരും? പറ, ഒരുമിച്ച് പറ. തീ കത്തിക്കുമ്പം ചൂടും കൂടി എത്തും. അത് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ആരാധിക്കുമ്പം ദൈവത്തിന്റെ മഹത്വവും രാജ്യത്വവും അടിയനിലേക്ക് വന്നിട്ട് ഒരു ദൈവമേഖല എനിക്ക് ചുറ്റും വരുമെന്ന് നമുക്കിപ്പോഴും അറിയാത്തത് കൊണ്ടാണ് ഇത്രയും കരഞ്ഞ് നാം നിലവിളിച്ച് യാചിച്ചൊതുങ്ങുന്നത്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ വിശുദ്ധരെ, നമ്മൾ ചെയ്യേണ്ട ഏക പ്രവൃത്തി എന്താ? നിരന്തരം ആരാധിക്കുക. നിരന്തരം ആരാധിക്കുക. ആരാധിക്കുമ്പോൾ ഓരോ തവണയും മനസ്സറിഞ്ഞ് അങ്ങാണെന്റെ ധനമെന്ന് പറഞ്ഞ് കണ്ണുനീരിൽ, കഷ്ടതയിൽ, ദാരിദ്ര്യത്തിൽ ആരാധിക്കുമ്പോൾ ചുറ്റുപാട് ഒരു ചുക്കും കാണില്ല. കരയാൻ മാത്രം ഭാരമുള്ള ഒരു സഹോദരി 48 വർഷത്തെ സങ്കടങ്ങൾ അവളുടെ മജ്ജയെയും മാംസത്തെയും തകർത്തെറിഞ്ഞപ്പോൾ രോഗം മാത്രം സഹിച്ച് ദൈവമേ ഈ പാവപ്പെട്ടവള് 10 തവണ 100 തവണ ആത്മഹത്യ ചെയ്യേണ്ട ജീവിതം വെച്ച് ആരാധിക്കുമ്പോൾ, ഒരു പൊട്ടിയെ പോലെ ആരാധിക്കുമ്പം ദൈവത്തിന്റെ മഹത്വം അവളുടെ ശരീരത്തിന്റെ ചുറ്റുപാടിലേക്ക് വരണം. വന്നില്ലെങ്കിൽ നാം ആരാധിച്ചിട്ടില്ല. നാം വിശ്വസിക്കുന്നതൊക്കെ ഒരു പഴങ്കഥയാണ്. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, നിങ്ങൾക്ക് പൊട്ടത്തരമായി തോന്നരുത്. ബൈബിള് പറയുക, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്ക്. മക്കളെ, കഴിഞ്ഞ കാലത്ത് ദൈവത്തെ ആരാധിച്ച ഏത് മണ്ടനാണ് പരിത്യജിക്കപ്പെട്ട്? ദൈവത്തെ ആരാധിച്ചിട്ട് ആരാണ് മക്കൾ ഭിക്ഷ തേണ്ടിയത്? ആരാധിക്ക്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ അപ്പന്മാരും ചേർന്നൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ആ സമയത്ത് സ്തുതിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്തുവൻ. ദൈവത്തിന്റെ പരിശുദ്ധിയെ ഏറ്റുപറയുമ്പം ആ പരിശുദ്ധി പാപിയായ എനിക്ക് കിട്ടാൻ തുടങ്ങും. ഒരുമിച്ച് പറ ഹല്ലേലൂയ. നമ്മുടെ കുണ്ടറ പ്രദേശത്ത് ഒരിക്കൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എന്നാന്നേ കക്ഷത്തിൽ ഒരു പൊതിയുമായിട്ട്, ചേട്ടാ വാ കയറിപ്പോരും, കയറിപ്പോരും, പോരും, മുന്നോട്ട് പോരും. ഇവിടുത്തെ കാര്യമല്ല, കുണ്ടറയിലെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചേട്ടൻ കക്ഷത്തിൽ പൊതിയുമായിട്ട് നിൽക്കുക. ഞാൻ ചോദിച്ചത് എന്നതാ? ഷാജി അച്ഛാ ഒരു ഷർട്ടാ. നിങ്ങൾ ഷർട്ടോ? എനിക്കോ? അത് വെച്ചോ? അതെന്നാ? അച്ഛൻ പണ്ട് ഡിവൈനിൽ പറഞ്ഞു, ഞാൻ 5-10-15 വർഷം മുമ്പ് കേട്ട്. ഞാൻ എന്നാ പറഞ്ഞ്? ഓ ഷാജി അച്ഛന് ഒരു കളർ ഇഷ്ടമാണെന്ന് പ്രസംഗിച്ചില്ലേ? എൻ്റെ സഹോദരൻ ഓർക്കുന്ന പോലില്ല. ആ അച്ഛൻ പ്രസംഗിച്ചോ? ഞാൻ അച്ഛനെ കൈ കിട്ടാൻ നിൽക്കുകയായിരുന്നു. ഏത് കളറ്? ഞാൻ പോലും മറന്നുപോയി. അച്ഛാ കനകാംബരത്തിന്റെ കളറ്. ഓ, കനകാംബരത്തിന്റെ ഒരു കളറും കൊണ്ടുവന്ന് ഷർട്ടും മേടിച്ചുകൊണ്ട് വന്നിരിക്കുക. പണ്ടങ്ങാണ്ട് ഞാൻ പ്രസംഗിച്ചെന്നാ പറയുന്നത്. ശരിയാ, 10ാം ക്ലാസ്സിൽ 2 ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ചാണകപ്പച്ചയും കനകാംബരവും. കനകാംബരം ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓറഞ്ച് കളറ് ഷർട്ട് ഞാൻ വാങ്ങി. ഞാൻ
ഞാൻ ഇട്ടിട്ട് ചേട്ടനെ നോക്കിയപ്പം ചേട്ടൻ്റെ ഷർട്ട് പിഞ്ചിപ്പറിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സ്റ്റാൻലി അച്ചോ. വീട്? ഓ, വീടൊന്നും ആയില്ല അച്ഛ, വാടകയാ. മക്കള് പഠിക്കുക അച്ചോ, 3 പേരുണ്ട്. ഭാര്യ രോഗിയാ അച്ഛ, ക്യാൻസറാ. എന്നെടുക്കുന്നു ചേട്ടൻ? അച്ഛ ഞാൻ മീൻ പിടുത്തം അച്ഛ. സ്റ്റാൻലി, നിങ്ങൾ ഭയങ്കര പിഞ്ചിയ ഷർട്ട് ഇട്ടിരിക്കുന്നല്ലോ. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, എൻ്റെ അച്ഛൻ അതൊന്നും നോക്കണ്ട, എൻ്റെ അച്ഛനെ ഇങ്ങനെ കണ്ടു കിട്ടാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്, അച്ഛൻ ഈ ഷർട്ട് ഇടണം അച്ഛ, സത്യമായിട്ട് വിടണം. ഞാൻ ആ ഷർട്ട് ഇട്ടിട്ട് സ്റ്റാൻലിയെ കൂട്ടി അത്താഴം കഴിച്ചു. ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചേ വിശുദ്ധരെ, ഞാൻ നല്ലവനാണെങ്കിൽ എന്തെടുക്കും? എനിക്ക് ഷർട്ടിന്റെ ആവശ്യം ഇപ്പൊ തന്നെയുള്ള 7-8 ഷർട്ട് എനിക്ക് ഇടാൻ നേരമില്ല. ഞാൻ പൊതുവേ ലോവ എടുത്തുള്ളൂ. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ടീഷർട്ടൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്തെടുക്കും വിശുദ്ധരെ? ഞാൻ ഈ ഫോട്ടോയൊക്കെ എടുത്ത് ഷർട്ട് സ്വീകരിച്ച് ഒരു ഫേസ്ബുക്ക് ഫോട്ടോയൊക്കെ, എനിക്ക് എൻ്റെ സ്നേഹിതൻ തന്ന ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇട്ടേക്കാം. പക്ഷെ ഞാൻ മനുഷ്യത്വമുള്ളവനാണ്, എന്തെടുക്കും? ഈ പിഞ്ചിപ്പറിഞ്ഞ ഷർട്ടുള്ള ഈ മനുഷ്യന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പം വേറൊരു കവറിലിട്ട് പൊതിഞ്ഞിട്ട് ഈ ഷർട്ട് കൊടുക്കും. അപ്പൊ സ്റ്റാൻലി ചോദിക്കും, അച്ഛാ ഇതെന്താ അച്ഛാ, പകരത്തിന് പകരമാണോ? അല്ല സ്റ്റാൻലി, നോക്കിക്കേ. സ്റ്റാൻലി തുറന്നു നോക്കിയിട്ട് എന്നാ പറയും, എൻ്റെ അച്ഛ എന്നെ വിഷമിപ്പിക്കല്ല അച്ഛ, ഞാൻ കൊട്ടാരക്കര പോയി വാങ്ങിച്ചോണ്ടു, എൻ്റെ അച്ഛ പ്ലീസ് അച്ഛ, അച്ഛൻ ഇടാൻ തന്ന ഷർട്ടല്ലേ അച്ഛ, എനിക്ക് തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലേ അച്ഛ? സ്റ്റാൻലി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ഈ 15 വർഷം ഓർത്തിരുന്നിട്ട് ഇത് വാങ്ങിയല്ലോ, എൻ്റെ ഹൃദയം തരളിതമാകുന്നുണ്ട്. പിന്നെന്താ അച്ഛാ? സ്റ്റാൻലി, നിങ്ങൾ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് അടുത്ത ഞായറാഴ്ച തൊട്ട് പോണം. അച്ഛാ എനിക്ക് വേറെ ഷർട്ട് ഉണ്ടച്ചാ, പുതിയതാണോ? അച്ഛാ അത്ര പുതിയതൊന്നും അല്ല അച്ഛാ, എനിക്ക് ഉണ്ടച്ചാ. ഞാൻ പറഞ്ഞു, സ്റ്റാൻലി നിങ്ങൾ ഇനിയും മാറി മാറി ഈ ഷർട്ടും കൂടി ഇടണം. നിങ്ങൾ വലതുകരം നെഞ്ചിലൊന്ന് വെക്കാവോ വിശുദ്ധരെ? കുണ്ടറയിൽ നിന്നും കൊട്ടാരക്കരയിൽ പോയി ഓറഞ്ച് ഷർട്ട് വാങ്ങിയ സ്റ്റാൻലി ഷർട്ട് വാങ്ങിയ സമയത്ത് ഉഡായിപ്പോടുകൂടി ഇങ്ങനെ ചിന്തിച്ചായിരുന്നോ, ഒരു ഷർട്ട് വാങ്ങാം, എന്നിട്ട് ഷാജി അച്ഛന് കൊടുക്കുന്ന പോലെ പോയി അഭിനയിക്കാം, കഴിയുന്നിടത്തോളം ഒരു പിഞ്ചിയ ഷർട്ട് ഇട്ടുകൊണ്ട് വേണോ ഒന്ന് പോകാൻ. മനുഷ്യപ്പറ്റുള്ളവനാണെങ്കിൽ ഈ മനുഷ്യൻ എൻ്റെ ഷർട്ട് കാണാതിരിക്കത്തില്ല. ഇയാൾ എന്നാ ധ്യാനഗുരുവാണെങ്കിലും കണ്ണിച്ചോരയുണ്ടെങ്കിൽ ഇതും പൊക്കി പിടിച്ചോണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകത്തില്ല. ഇതെനിക്ക് തന്നെ തിരിച്ചു തന്നോളും എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ സ്റ്റാൻലി ഷർട്ട് വാങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, ഇല്ലെങ്കിൽ ഉറക്കെ പറ. ഇല്ല, അയാളുടെ മനസ്സിൽ ഞാൻ ആ ഷർട്ട് ഞാളോ വീടുന്നു, അതൊന്നും അങ്ങേരുടെ മനസ്സ്, അങ്ങേർക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഷാജി അച്ഛൻ ഈ ഷർട്ട് ഇടണം. വിശുദ്ധരെ, ദൈവത്തിന് കൃപ, സ്തുതിയുടെ ഉടയാട കൊടുക്കുമ്പം അവിടത്തേക്ക് നമ്മുടെ സ്തുതിയുടെയോ ആരാധനയുടെയോ മഹത്വത്തിന്റെയോ ഉടയാട ആവശ്യമില്ല. എന്നാൽ നല്ല മനസ്സോടെ തമ്പുരാനെ ആരാധിക്കുമ്പം ഈ സ്തുതിയുടെ ഉടയാട, മഹത്വത്തിന്റെ ഉടയാട, രാജത്വത്തിന്റെ ഉടയാട, പ്രാബല്യത്തിന്റെ ഉടയാട, മഹിമയുടെ ഉടയാട, പരിശുദ്ധിയുടെ ഉടയാട ദൈവം സ്വീകരിച്ചിട്ട് പൊന്നുകുഞ്ഞെ നിനക്ക് തിരിച്ചു തരുന്ന പ്രവൃത്തിയുടെ പേരാണ് ആരാധന. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന വിടുതലുണ്ടല്ലോ, ഇറ്റ് വിൽ സസ്റ്റെയിൻ, അത് നിലനിൽക്കും. വിടുതൽ കിട്ടാൻ വേണ്ടി തലപൊട്ടി കരഞ്ഞു കിട്ടിയ വിടുതലുകൾ കിട്ടി, പക്ഷേ ആ മനുഷ്യരൊന്നും ആരാധിക്കുന്നവരായി തുടരുന്നില്ല. ഇതാണ് ആരാധിച്ചിട്ട് കിട്ടുന്ന സൗഖ്യവും സൗഖ്യപ്പെട്ടിട്ടുള്ള ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. കരങ്ങളൊന്ന് വീശി പറയാമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് പറയാമോ ഹല്ലേലൂയ? കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. ഇത് ഭാഗ്യന്തരാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയുക. അത് വീട്ടിൽ കിട്ടിയൊരു പാഠമാണ്. അത് തമ്പുരാന്റെ കരുണ. വീട്ടിൽ മക്കള് 12 പേര്. ഞാൻ പറഞ്ഞതാ, ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. എൻ്റെ ഒരു 3, 4, 5 വയസ്സിൽ ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ചിലപ്പോൾ എനിക്ക് ദണ്ണം തോന്നിയിട്ടുണ്ട്. കാരണം ഇടിയപ്പം പുഴുങ്ങിയത് എനിക്ക് അറിയാം. എൻ്റെ കർത്താവ് ഈശോമിശിഹായെ എങ്ങോട്ട് പറന്നു പോയെന്ന് എനിക്കറിയത്തില്ല. ചോദിക്കാൻ ചെന്ന അമ്മച്ചി അങ്ങ് ദേഷ്യപ്പെടുക. 5-8 താറാം മുട്ട പുഴുങ്ങുന്നത് ഞാൻ കണ്ടതാ.
മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായോ നിങ്ങൾ കാണാൻ പോലുമില്ല. മുട്ടത്തോട് കാണാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ പിള്ളേരുടെ വായി താറാമുട്ട ഇരിക്കുന്നു. എനിക്ക് പലതും കിട്ടിയിട്ടില്ല എൻ്റെ കുഞ്ഞുനാളെ, സത്യമായ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ദോശ ഉണ്ടാക്കുന്ന കപ്പ കിട്ടത്തില്ല, ഈ പഴങ്കഞ്ഞി, അയ്യോ കോരന് കുമ്പിളിൽ കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് എനിക്കെങ്ങാണ്ട് വേണ്ടി ഉണ്ടാക്കിയ പഴമൊഴിയാ. എന്നും പഴങ്കഞ്ഞി, എന്നും പഴങ്കഞ്ഞി. പക്ഷെ ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ദോശയാണ്. ആ ഒരു ദിവസത്തിന് സമത്വം. ബാക്കി ഒന്നൊരു സാധനവും ഞങ്ങളുടെ വീട്ടിൽ തികയത്തില്ല. തന്നെയല്ല, ഒരു ഇഡലിക്കുട്ടകത്തിനൊക്കെ ഒരു പരിധിയില്ലേ. 38 പേരൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ അന്ന് കഴിക്കാൻ. ഞങ്ങളുടെ ചമ്പക്കുളത്തെ അപ്പുക്കുട്ടൻ്റെ ചായക്കടയിൽ പോലും അന്ന് അത്രയും പേര് കഴിക്കാൻ വരുമെന്ന് അറിയത്തില്ല. മക്കൾ 12, അവരുടെ ഭാര്യമാര്, അവരുടെ പിള്ളേര്, എന്നുവെച്ചാൽ പിള്ളേരൊക്കെ നെല്ലിക്കാക്കോട്ട മറിച്ചതുപോലെയാ പിള്ളേർ ഞങ്ങളുടെ വീട്ടിൽ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ദോശ ഉണ്ടാക്കുന്ന അന്ന് സമത്വ. എന്നറിയോ, ചേച്ചിമാര് നിരന്ന് നിന്ന് ദോശ ഉണ്ടാക്കുവേ, എല്ലാവർക്കും ദോശ കിട്ടും. പക്ഷെ ഉണ്ടല്ലോ, ചമ്മന്തിയുടെ കാര്യം സ്വാഹ. എന്നറിയോ, 3 തേങ്ങയ്ക്കുള്ളിലൊക്കെ എടുത്താൽ അമ്മച്ചി നെഞ്ചു പൊട്ടി ചത്തുപോകും. അമ്മച്ചിക്ക് താങ്ങത്തില്ല ഈ 3 തേങ്ങയ്ക്കുള്ളിലൊക്കെ. ഈ 3 തേങ്ങ കൊണ്ട് എന്നാ ചമ്മന്തി ഉണ്ടാക്കാനാ? പക്ഷെ അന്നത്തെ ചമ്മന്തിയുടെ ടേസ്റ്റ്, എൻ്റെ പൊന്നുടേ തമ്പുരാനെ. ഇന്ന് എന്നാ ചമ്മന്തിയാണോ? ഈ മിക്സി ഇങ്ങനെ പൂന്ന് തുപ്പി തരുന്ന സാധനമല്ലേ. മറ്റേത് അമ്മച്ചിയുടെ വിയർപ്പും ഒക്കെ ചുമന്നുള്ളിയൊക്കെ അരച്ച് എന്നാ ടേസ്റ്റാ. നമ്മളിങ്ങനെ 3-ാം സ്വർഗത്തിലോട്ട് അങ്ങ് പറന്ന് പോകും. പക്ഷെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി ചമ്മന്തിയുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഈ മുഞ്ഞ ചാഴിയൊക്കെ പാടത്ത് വന്നപ്പോഴേ, ഓരോ പാടത്തും പോയി ഈ വിഷമടിക്കുന്നതിന് പകരം ഗവൺമെന്റ് വന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് എല്ലായിടത്തും കൂടെ തുരിശടിച്ചു എന്ന് പറഞ്ഞ പോലാണ്. ദോശപാത്രം കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അമ്മച്ചിയുടെ ചമ്മന്തിത്തവി ഒറ്റ പോക്കാ. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല. പിന്നെ രണ്ടാമതൊരു ചോദ്യവും പറച്ചിലും അവിടെ ഇല്ല. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയുമോ ഹല്ലേലൂയ? വിശുദ്ധരെ, ആ കാലം കഴിഞ്ഞു. ഞാൻ 8-ലും 9-ലും ഒക്കെ എത്തിയപ്പം മൂത്തവരൊക്കെ മാറി, വീട്ടിലൊക്കെ മാറ്റമായി. അച്ചാച്ചനും അമ്മച്ചിയും പിന്നെ ഞാനും മറിയമ്മയും പാപ്പച്ചനും നേരത്തെ കോളേജിൽ പോകും, തലേദിവസത്തെ ചോറ് ചൂടാക്കിക്കൊണ്ടൊക്കെ. അപ്പൊ ഈ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയാൽ എനിക്കൊക്കെ ഇഷ്ടം പോലെ തന്നു വിടാനുള്ള കാലമായി. എന്നെ വേണേൽ ചമ്മന്തിക്കകത്ത് കുളിപ്പിച്ചിട്ട് വിടാം, അതുപോലെ സമൃദ്ധിയായി. ഒരു ദിവസം പള്ളിയിൽ പോവുക. ഞാനാണ് അമ്മച്ചിയെ പള്ളിയിൽ കൊണ്ടുപോകേണ്ടത്, അലാറം വെക്കുന്നത്. അമ്മച്ചിക്ക് അലാറം അറിയാം. എൻ്റെ അമ്മച്ചിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, സമയം നോക്കാനും അറിയില്ല. എൻ്റെ സ്വഭാവമല്ല, ഞാൻ ഉണരാൻ വൈകിപ്പോയി. അമ്മച്ചി പാവം എഴുന്നേറ്റിട്ട്, ഇറക്കെ വെട്ടം വിളിച്ചു ആരാണ്ടൊക്കെ, ഒത്തിരി മനുഷ്യർ പള്ളിയിൽ പോകുന്നതാ, സമയം നോക്കിക്കോ. ഞാൻ നോക്കിയപ്പം അലാറം വെക്കാൻ മറന്നുപോയി. സമയം ഞങ്ങൾ എണീക്കുന്നതിനേക്കാളും 10 മിനിറ്റ് വൈകി. പിന്നെ ചാടി എഴുന്നേറ്റ് ഓടി അമ്മച്ചിയോട്ട്. അമ്മച്ചിക്ക് ഭയങ്കര ദേഷ്യം. നിന്നോട് മലമറിക്കാൻ പറഞ്ഞു, അലാറം നോക്കാൻ, ചെറിയൊരു കാര്യം പോലും നിനക്കൊന്ന് നോക്കാൻ ഭയങ്കര ദേഷ്യം. ആദ്യത്തെ കുർബാനയ്ക്ക് കഴിഞ്ഞു, ഇച്ചിരി വൈകിപ്പോയേ. കുർബാന കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പം ഈ എൻ്റെ അമ്മയുണ്ടല്ലോ പാപം, അതിന് സമയം നോക്കാനൊന്നും അറിയത്തില്ല. ഏതോ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ആ സാധു നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയും ഉള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ വന്ന് ഈ മുല്ലപ്പൂ പോലത്തെ ഇഡലിയൊക്കെ കണ്ടപ്പം ചമ്മന്തിയും കൂടെ അരച്ചായിരുന്നെങ്കിൽ ഓർത്തൊരു ഭയങ്കര ഒരു കൊതി വന്നിട്ട് 2-ാം കുർബാന കഴിഞ്ഞു. അമ്മച്ചിയൊക്കെ പലയിടത്തെങ്കിലും തലകറങ്ങി അങ്ങനെ വീണ് പോയി, അറിയത്തില്ല. ഒരു 2-ാം കുർബാന കഴിഞ്ഞ് ആൾക്കാർ വരിക, ഇളയമ്മയൊക്കെ. ഞാൻ ചോദിച്ചു, ഇളയമ്മേ ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടോ? പക്ഷെ അയ്യോനെ, നിങ്ങളുടെ അമ്മച്ചി ആദ്യത്തെ കുർബാനയ്ക്കല്ലേ? ഞാൻ പറഞ്ഞു, ആന്നേ ഞാനും പോയതാ, എൻ്റെ അമ്മച്ചി കാണുന്നില്ല. അയ്യോടെ ഞാൻ കണ്ടില്ല മോനെ. അപ്പൊ തേയാച്ചെടുത്തി വരണേ, അടുത്തുള്ള തേയാച്ചെടുത്തിയെ അമ്മച്ചി എങ്ങനെ ആശുപത്രി സന്ദർശിക്കാൻ പോയോ? അപ്പൊ തേച്ചെടുത്തി പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ആശുപത്രി സന്ദർശിച്ചിട്ടാണല്ലോ വരുന്നത്, നിങ്ങളുടെ അമ്മച്ചി അവിടെ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുണുക്ക് വിട്ട് കുണുങ്ങി ഞങ്ങളുടെ അമ്മച്ചി പുറകെ വരുന്നുണ്ട്. ഇവിടുത്തെ കാര്യമല്ല. ഞാനപ്പോ നോക്കിപ്പോണ്ടല്ലോ, എൻ്റെ മുഖം മാറുന്നത് കണ്ടിട്ടേ അമ്മച്ചി ഇച്ചിരി ദൂരെ നിന്നിട്ട്, നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, നിന്റെ മുഖം ഒന്നും അങ്ങനെ മാറണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നെ എടുത്ത്, നിന്റെ കുറ്റം തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇളയമ്മയൊക്കെ എന്നെ നോക്കുക. ഞാൻ എന്നാ ചെയ്തു അമ്മച്ചി? നമ്മളിന്ന് കുർബാനയ്ക്ക് എപ്പോഴാ പോയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇച്ചിരി വൈകിപ്പോയി 5 മിനിറ്റ്. ബാക്കി കുർബാന നീ ചൊല്ലി തരുവോളാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോണ്ടല്ലോ, അമ്മച്ചി പറയാണേ, നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ 2-ാമത്തെ കുർബാനയും കൂടിയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾക്കതിൻ്റെ കൃത്യം പിവട്ടൽ ചേഞ്ച് എന്നു മനസ്സിലായോ? ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞെന്ന് മനസ്സിലായോ? പണ്ട് കാലത്ത് എൻ്റെ 12-ാമത്തെ ചെറുക്കന്
അമ്മയുടെ വയറ് കഴുകി ഇറങ്ങി വന്ന അവസാനത്തെ പ്രജയ്ക്ക് രണ്ടാമത് നനയാത്ത ദോശ നീട്ടിയപ്പം ഒരല്പം ചമ്മന്തി തരാൻ പറ്റാഞ്ഞ ഒരു കാലമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അമ്മയ്ക്കത് ഓർമ്മയിൽ വേദനയുണ്ട്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ 12ാമത്തെ ചെറുക്കന് ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ചമ്മന്തിക്കകത്ത് കുളിപ്പിച്ചിട്ട് വിടാം. അവനെല്ലാം അന്ന് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാലമായി. എന്റെ അമ്മച്ചി കുർബാന അല്പം മുടങ്ങിയപ്പം അത് ഇട ദിവസമല്ലേ, ഈശോയോട് പറയാം, തമ്പുരാനെ ഇന്ന് എന്റെ ചെറുക്കൻ ഉറങ്ങിപ്പോയി, ഞാൻ ഇച്ചിരി കുർബാനയും മുടങ്ങിപ്പോയി. ഈശോ പോലും പറയും, ഡി അന്നമ്മേ നീ വേഗം പോയി ചെറുക്കനെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കേ, അവനെ വിട്. തമ്പുരാൻ പോലും ഓടിച്ചു വിടും. പക്ഷേ തന്റെ 12ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആർദ്രമായ വാത്സല്യം അമ്മയുടെ വാരിയലിനെ പൊടിച്ചപ്പോൾ, തന്റെ 12ാമത്തെ കുഞ്ഞിനെ സ്നേഹാർദ്രത കൊണ്ട് പൊതിയാനുള്ള ഒരു അമ്മയുടെ പരമവാത്സല്യം അമ്മയെ നിർബന്ധിച്ചപ്പോൾ, ഷീ മെയ്ഡ് ഇറ്റ് സബോർഡിനേറ്റ് ടു ദ കോസ് ഓഫ് വർഷിപ്പ്. ആരാധനയ്ക്ക് താഴെ കൊണ്ട് എന്നെ വെച്ചിട്ട് പറഞ്ഞു, നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ 2ാം കുർബാന കൂടിയിട്ടാ വന്നത്. ഞാൻ അന്നെന്റെ അമ്മയെ പഴിച്ചതിന് കയ്യും കണക്കുമില്ല. എൻ്റെ അമ്മ സത്യത്തിൽ എന്നെ തവിട് കൊടുത്ത് വല്ലതും വാങ്ങിയതാണോ ഈ സ്ത്രീ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ സർവാത്മന സന്തോഷിക്കുന്നു. ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് 12 മക്കളെ പെറ്റ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മൂത്തവനല്ല, എൻ്റെ ഇളയവനുമല്ല, അങ്ങാണ് എൻ്റെ ധനം. നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ നോക്കിക്കേ, നമുക്ക് ഞായറാഴ്ച കുർബാന മുടങ്ങിയിട്ട് നമുക്ക് അന്തരാളത്തിൽ ഒരു പിടച്ചിലില്ല. എൻ്റെ അമ്മയോട് ഈ ശോപ്പം ചോദിച്ചു പോലുമില്ല. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, അങ്ങാണെൻ്റെ ധനം. അങ്ങനൊരു അമ്മയില്ലായിരുന്നെങ്കിൽ ഞാനിന്നത് പഠിപ്പിച്ചാലും സത്യമുള്ള പഠനമാവില്ലായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ അന്നത്തെ കാലത്ത് നമ്മളിലൊക്കെ ഈ മുതിർന്നവരിൽ വളരെ കുറച്ച് പേരിൽ ചെറുപ്പക്കാരുള്ളൂ. ഈ മുതിർന്നവരിൽ ആർക്കാ ഒരു പാവയൊക്കെ കിട്ടി? ആർക്കും കിട്ടി കാണത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒരു പാവയൊക്കെ കൊതിച്ച് പാവ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ആശാരി കുടുംബങ്ങൾ അപ്പന്മാർ ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും തടി കൊണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആശാരി കുടുംബങ്ങളിലെ എൻ്റെ കൂട്ടുകാരനും മനോഹരനും ഒക്കെ പി എന്നും പറഞ്ഞ് വണ്ടി ഉന്തിക്കൊണ്ട് പോകും. നമുക്കങ്ങനെ ഒരു വണ്ടിയും കിട്ടിയിട്ടില്ല, കിണ്ടിയും കിട്ടിയിട്ടില്ല. പിന്നെ ആകെപ്പാടെ കണ്ടിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ഞെക്കുമ്പോൾ തുപ്പുന്ന ഒരു പാവയുണ്ട്, കിഴക്കൻ വരുത്തറ. അപ്പുറത്തെ ജോസഫുട്ടിയോട് ആ പാവ ചോദിക്കുമ്പം ആ ചെറുക്കൻ പിടിച്ച് ഒറ്റ ഞെക്ക എൻ്റെ മോന്തയ്ക്ക് ഇട്ട് തുപ്പും, അല്ല ഒരു ഗുണവും ഇല്ല. ഞെക്കുമ്പോൾ തുപ്പുന്ന പാവ, അതൊക്കെ പണ്ടത്തെ ഓരോ കളികൾ. അതൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ദൈവമേ ആര് കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല. ഞാനാണല്ലോ 12ാമത്തെ ചെറുക്കൻ. തന്നെയല്ല, ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ കേട്ടോന്ന് അറിയത്തില്ല, ഞാനും എൻ്റെ സഹോദരിയും തമ്മിൽ 5.5 വയസ്സ് വ്യത്യാസമുണ്ട്. അവസാനം ഒരു പക്ഷേ വളരെ കാഷ്വലായിട്ട് ജനിച്ചു പോയ ആളാണ് ഞാൻ. എന്നെ ഈ അവസാനത്തെ കുഞ്ഞുമാവയെ കളിപ്പിക്കാൻ പ്രത്യേകിച്ച് പാവം മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. ഇവർ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഈ കളി കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ വെടലെ എന്നെങ്ങനെ നോക്കണ്ടേ? അതിന് എൻ്റെ ചേട്ടൻ അപ്പുറത്തിരിക്കും, അമ്മച്ചി അപ്പോയിന്റ് ചെയ്തിരിക്കുക, മറിയും ഇപ്പുറം ഇരിക്കും, പാപ്പച്ചൻ അപ്പുറം ഇരിക്കും. ഇത് എന്നെ കളിപ്പിക്കുകയാണ്. പാവയൊന്നും ഇല്ലല്ലോ. കുഞ്ഞുമാവേ മാവേ നമുക്ക് കളിക്കാം കേട്ടോ. കാക്ക പറപറ. ഞാൻ പറയും കാക്ക പറപറ. കോഴി പറപറ. എനിക്ക് വല്ലതും അറിയാം? കോഴി പറപറ. കുരുവി പറപറ. കുരുവി പറക്കുമെന്ന അർത്ഥം. എനിക്ക് വല്ല ഞാൻ പറയും കുരുവി പാവഴ. മാടത്ത പറപറ. മാടത്ത പറപറ പറക്കുമെന്ന അർത്ഥം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേട്ടൻ കയറി പറയും അച്ചാച്ചൻ പറപറ. അച്ചാച്ചൻ പറക്കുമെന്ന. എനിക്ക് വല്ലതും അറിയാം ഈ വ്യത്യാസം? ഞാൻ ഉടനെ വലിയ വായില് പറയും അച്ചാച്ചൻ പറപറ. ഉടനെ ഇവര് അച്ചാച്ചൻ പറക്കത്തില്ലേ? എനിക്ക് പിന്നെ അത്ഭുതം തോന്നി, ഇവരാണോ കളിക്കുന്ന ഞാനാണോ കളിക്കുന്ന? ഇവര് കിടന്ന് കുട്ടിക്കരണം മറിച്ചില്ല. ഒരു കാര്യം മനസ്സിലായി, അച്ചായൻ പറക്കത്തില്ല, അമ്മച്ചി പറക്കത്തില്ല, ആന പറക്കത്തില്ല, കുരുവി പറക്കും, മാടത്ത പറക്കും. മാടത്ത പറക്കും എന്ന് പറയുമ്പോൾ ചിരിയില്ല, അച്ചാച്ചൻ പറക്കും എന്ന് പറയുമ്പോൾ ചിരിയാ അവര്. വിശുദ്ധരെ ഒരു ഹല്ലേലൂയ പറയാമോ? സമയം ഒട്ടുമില്ല, വളരെ സ്ലോയി പറയുന്നത് കൊണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ ഒരിക്കലും അമ്മ എന്നെ പള്ളി കൊണ്ടുപോയി. അച്ചാച്ചന് അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പറയാൻ ഒത്തിരി ഉണ്ട്. ഞായറാഴ്ചയാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. കാരണം ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ, പോത്തിറച്ചി വാങ്ങുന്ന അന്ന് മാത്രമാണ്. മിണ്ടാതിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ പോത്തിറച്ചി വാങ്ങുമ്പം
വലിയ എന്നാ പറയാ ആഘോഷം. അമ്മച്ചി എന്ത് മറിമായ്മ കാണിക്കുന്ന അറിയത്തില്ല. കുറച്ച് ചാറ് വെച്ച് ഞായറാഴ്ച തരും, ഇച്ചിരി കിഴങ്ങിട്ടിട്ട് തിങ്കളാഴ്ച തരും, ഒലത്തി ബുധനാഴ്ച തരും, വരട്ടി വ്യാഴാഴ്ച തരും, വെള്ളിയാഴ്ച സമ്പൂർണ്ണ നോമ്പാണ്, ശനിയാഴ്ച തൊട്ട് സൺഡേ വരുന്നതും പാർത്ത് പാർത്തിരിപ്പോ പോത്തിറച്ചി പാർത്തിരിക്കുക. അപ്പൊ ഈ ഞായറാഴ്ച ഭയങ്കര കൊതിയ. ഞാൻ ഞായറാഴ്ച തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നറിയോ? കലണ്ടർ നോക്കിയിട്ടല്ല വിശുദ്ധരെ. ലുങ്കി മാത്രം എടുത്ത് ജോലി ചെയ്യുന്ന എൻ്റെ അച്ചാച്ചൻ കല്യാണ വീടുകളിൽ പോകുമ്പം ഒരു ബനിയൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച എൻ്റെ അപ്പൻ കൈനീളമുള്ള ഒരു വെള്ള ഉടുപ്പും ഒരു 2ാം മുണ്ട് വിട്ട് തെച്ച് മടക്കിയ നല്ല വെള്ളമുണ്ടുമായിട്ട് ഇറങ്ങുമ്പം എനിക്കറിയാം അത് ആരാധനയുടെ ദിവസമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ബോധം അത്ര ഇല്ലല്ലോ. പോകുന്ന വഴിക്കോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പാലങ്ങളുണ്ടെന്നേ. ഒരു പാലം കഴിഞ്ഞ് അടുത്ത പാലത്തെ കയറുമ്പോൾ വട്ടിപ്പുല്ല തുമ്പിയിരിക്കുന്നു. അതിനെ പിടിക്കാനൊക്കെ ആ ചാടിയേക്കുക. അച്ചാച്ചൻ പിടിച്ച് അച്ചാച്ചൻ്റെ ചങ്ക് വായി വരും, എൻ്റെ തമ്പുരാനെ. അത് കഴിഞ്ഞിട്ട് മാക്കാച്ചി താഴെ കിടക്കുന്നു, അതിനെയും കുത്തിപ്പിടിച്ചോണ്ട് അവിടെ നിൽക്കുക. കുണ്ടിക്കിട്ടടിച്ച് ഓടിച്ച് പള്ളി കഴിയുമ്പോൾ അച്ചാച്ചൻ്റെ അയ്യോ ഇനി തമ്പുരാനെ ഇതിനെയും കൊണ്ട് പള്ളി നിൽക്കാനുള്ള ആവത് അപ്പനില്ല. അപ്പൻ അങ്ങ് കൈ ഒഴിയും. പിന്നെ എല്ലാം മേടും അമ്മച്ചിയുടെ അടുത്താണ്. ഓരോ കാട്ടായൊക്കെ അമ്മച്ചിയുടെ തള്ളവരലെ ഉപ്പൂറ്റി കുത്തി കിടന്നുകൊണ്ട് ആടുക, കിങ്ങിണി ആടുക. അമ്മച്ചിയുടെ ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന ഞൊറിച്ചിൽ മടക്കി കുത്തി കയറ്റി വെച്ച് കൊടുക്കുക. അമ്മച്ചിയുടെ മുണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോവുക. പള്ളിമണി പോലെ കയറ് പോലെ അമ്മച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന ബന്ധിങ്ങയെ തൂങ്ങിക്കിടന്ന് ആടുക. ഇതാ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി ഇങ്ങനെ അൾത്താരിയിൽ നിന്ന് കണ്ണെടുക്കുക. ഈയുടെ ചെറുക്ക നീ എന്താടേ കളി, നിന്നെ കൊണ്ടുപാട്. പൊന്നി ചെറുക്കൻ ഞാൻ നിനക്ക് പായസം വെച്ച് തരാടാം. അപ്പോൾ ഞാൻ അടങ്ങത്തില്ല. ഞാൻ തോമാസ് സാറിനോട് ചെയ്യാൻ നല്ല ചേർക്കനല്ല, നീ ശ്രദ്ധിച്ച് ചേർക്കേ, ഇവനെ കൊണ്ട് മടുത്തല്ലോ. ഇങ്ങനെ ഒരാരാധനയുടെ സമയം മുഴുവൻ നോവിക്കാതെ തട്ടിയും മുട്ടിയും കൈവിരൽ ചൂണ്ടിയും കർത്താവിനാൽ താര കാട്ടി പറഞ്ഞു. അവിടെ ഈ പടികൾക്ക് മുകളിൽ വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞങ്ങൾക്ക് കുർബാന ചൊല്ലിത്തരുന്ന അച്ഛൻ്റെ കരങ്ങളിൽ അമ്മ ചൂണ്ടിക്കാണിക്കുമ്പം ഞാനൊരു കാര്യം കാണുക. അച്ഛൻ്റെ വിരലുകൾക്ക് മീതെ തൊട്ടില്ല എന്ന കണക്കിന് വലിയ ഒരു അപ്പം ഒരു മാടപ്രാവിനെ പോലെ ചിറക് വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ കിഴക്കുന്ന് വരുന്ന വെന്റിലേഷൻ എന്ന് വരുന്ന ലൈറ്റ് നേരെ ആ അപ്പത്തിലോട്ട് വീഴുന്നു. എൻ്റെ അമ്മ, ഞാൻ ഏറ്റവും സ്നേഹിച്ചവൾ പറഞ്ഞു, എടാ കുഞ്ഞെ നീയോ നടങ്ങി നിന്നേ, ദേ അത് നിന്റെ കർത്താവാ. 4ാം ക്ലാസ്സിൽ എൻ്റെ എല്ലാ ലോജിക്കിനും അപ്പുറത്തേക്ക് ഞാനൊരു കാര്യം കേൾക്കുകയാ. പണ്ട് പറന്നുയർന്നു നിൽക്കുന്ന ഒരു അപ്പം, മാടപ്രാവിനെ പോലെ വിടർന്നു നിൽക്കുന്ന ഒരു അപ്പം അച്ഛൻ്റെ വിരലെ തൊട്ടിട്ടുണ്ടോ എന്ന് നോക്കി നല്ല മനോഹരമായിട്ട് അച്ഛൻ അത് പിടിക്കുന്നത്. പറന്ന് മാടപ്രാവിനെ പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു അപ്പത്തെ ചൂണ്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, അത് നിന്റെ കർത്താവാ. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ചേട്ടൻ പറഞ്ഞു, കുരുവി പറക്കും, പ്രാവ് പറക്കും, തത്തമ്മ പറക്കും, അമ്മച്ചി പറക്കില്ല, അച്ചാച്ചൻ പറക്കില്ല. അത് അബ്സേർഡിറ്റിയാ, മണ്ടത്തരവാ. പക്ഷേ വിരൽത്തുമ്പിൽ തൊടാതെ നിൽക്കുന്ന ഒരു മാടപ്രാവിനെ പോലെ ഒരു അപ്പക്കഷണത്തെ ചൂണ്ടി അമ്മ പറഞ്ഞു, പൊന്നുകുഞ്ഞേ അത് നിന്റെ കർത്താവാ. എൻ്റെ 3ാം ക്ലാസ്സിലോ മറ്റോ എൻ്റെ തലയിൽ സർവ്വ ദൈവശാസ്ത്രങ്ങളെയും തോൽപ്പിക്കുന്ന ഒരു ആരാധനയുടെ തന്തു വീണു. കുരുവി പറക്കില്ല, ശരി, കുരുവി പറക്കും, തത്ത പറക്കും, മനുഷ്യൻ പറക്കില്ല. പക്ഷേ എൻ്റെ കർത്താവ് പറക്കുമെങ്കിൽ, ചമ്മട്ടിയും കല്ലും തകർത്ത് എൻ്റെ കർത്താവ് പറന്നുയർന്നു നിൽക്കുമെങ്കിൽ അവനെ ആരാധിക്കുന്നവനും പറക്കും. മറ്റൊരു പ്രവൃത്തി ചെയ്യണ്ട, അവനെ ആരാധിക്കുന്നവൻ പറക്കും. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ആ കുഞ്ഞോർമ്മയിൽ നിന്നാണ് കേരളം മുഴുവൻ കാലങ്ങൾ പാടിയ ഒരു പാട്ട് പറഞ്ഞത്. കുഞ്ഞുനാൾ മുതലൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ
നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു എന്നർത്ഥം. ഓർമ്മ വെച്ച നാൾ മുതൽ പറന്നു നിൽക്കുന്ന ക്രിസ്തുവേ, പറന്നു നിൽക്കുന്നവനായി ഞാൻ നിന്നെ കണ്ട് ഞാനും നിന്നെ ആരാധിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം, ഇന്ന് വചനങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം ഒത്തിരി, ആദ്യത്തെ ഒരു 3-4 വചനങ്ങൾക്ക് ശേഷം. സങ്കീർത്തനം 71:14 ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, ഏറ്റവും വിശുദ്ധരായ സന്യസ്തരെ, അപ്പന്മാരെ, നിങ്ങൾ ഇനി മറക്കരുത്. സങ്കീർത്തനം 71:14, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങയെ പുകഴ്ത്തുകയും ചെയ്യും. Whenever you are downtrodden, മനസ്സ് മടുത്ത് വിഷാദം വന്ന് ഡിപ്രഷൻ അടിക്കുമ്പം നിങ്ങൾ അതുക്കും മേലെ പുകഴ്ത്തണം. ഇതാണ് ജീവിത വിജയത്തിന്റെ മന്ത്രം. ആരാധിക്കുക. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ മേൽക്കുമേൽ അങ്ങയെ പുകഴ്ത്തുകയും ചെയ്യും. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ വീശി പറയാമോ? പരിശുദ്ധ പരമ, മടിയില്ലാതെ കരങ്ങൾ വീശി, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ താഴ്ത്താം. വിശുദ്ധരെ, കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വചനമായത്. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യും. ഒരു മരിയൻ സിനിമ നമ്മൾ ഒരുക്കുകയാണ്. മരിയൻ സിനിമ വരുന്നുണ്ടെന്നും ഒക്കെ കേട്ടിട്ടുള്ളവരെന്ന് കരം ഉയർത്താവോ? സന്തോഷം, താങ്ക് യു. മരിയൻ സിനിമ 20 വർഷം മുമ്പുള്ള സ്വപ്നമാണ്. 2018 ഇത് ലോകത്തോട്, 17 ലോകത്തോട് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഞാൻ കൂട്ടത്തിലൊരു ലോകോത്തരമായൊരു ഉപവാസവും അങ്ങ് പ്രഖ്യാപിച്ചു. ദൈവത്തോടൊന്നും ആലോചന ചോദിച്ചില്ല. 400 ദിവസം രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാതെ ഒരു നേരം കഴിച്ച് ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. അന്നത്തെ എടുത്തിയാട്ടോ അഹങ്കാരവും എന്ന് ഓർത്താൽ മതി. ഈ വലിയ ഉപവാസം എടുത്ത് എന്തിനാണെന്നറിയാവോ? കേരളത്തിലെ ഒരു 10-30,000 മനുഷ്യര് ഇവരുടെ സമ്പത്തിന്റെ ഒരു ഓഹരി തരണേ എന്നാഗ്രഹിച്ച് സമ്പത്തുള്ളവരുടെ മനസ്സിനെ ചലിപ്പിക്കാൻ വേണ്ടി കുട്ടിക്കരണം മറിഞ്ഞുള്ള ഉപവാസം. സമ്പത്ത് ലഭിക്കുക വലിയ കാര്യമാണ്, സഭയ്ക്ക് വേണ്ടിയുള്ളത് നല്ല പ്രൊജക്റ്റാ. അതുകൊണ്ട് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. സമ്പത്തൊക്കെ ഉള്ളവര് കുറേശ്ശെ സമ്പത്തിങ്ങി പോരട്ടെ. കടുത്ത ഉപവാസം. എനിക്ക് ചുമ്മാ ഇരിക്കുകയല്ല. രാവിലെ ഒന്നും കഴിക്കത്തില്ല, പറമ്പിൽ പോയി പണിയും, ആപ്പിൾ മരം കൃഷി ചെയ്യും, ചാണകം വാരും, ബാക്കി ഉച്ചയ്ക്ക് പോയിരുന്ന് ആരാധിക്കും. 3:30-4 മണിയൊക്കെ ചങ്കൊക്കെ ഇങ്ങനെ വാടിപ്പോകും. കഴിക്കത്തില്ല. വലിയ ഉപവാസമല്ലേ. വൈകിട്ട് അങ്ങനെ 340 ദിവസത്തോളം ഉപവസിച്ചു. എനിക്ക് കിട്ടി സമ്പത്തല്ല, ലോകത്താർക്കും ഇല്ലാത്ത ഷുഗർ. എന്നാന്നറിയോ? രാവിലെ കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, വൈകുന്നേരം ചങ്കെല്ലാം കൂടെ കലങ്ങി മുറിഞ്ഞത്. ഞാനേ വെപ്രാളവും വിശപ്പും കൂടെ കയറിയിട്ട് കഞ്ഞിയും എല്ലാം കൂടെ വെപ്രാളം പിടിച്ച് 3 ദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ കുറുക്കി അടിച്ചടിച്ച് സ്റ്റാർച്ച് എല്ലാം കയറി ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം തിന്ന് 1-ാം തരം ഷുഗർ. നിങ്ങളൊരു ഹല്ലേലൂയ പറയാമോ? ഹോസിയയുടെ പുസ്തകം പറയുന്നുണ്ട്, നിങ്ങൾ ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി നിങ്ങളെ തന്നെ മുറിപ്പെടുത്തി നിലവിളിക്കുന്നു. നിങ്ങൾ ഏതറ്റം വരെ ത്യാഗമെടുക്കും? ഹോസിയയുടെ പുസ്തകം 7-ാം അധ്യായം. കിടന്ന് നിലവിളിക്കും. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടിയിട്ടാ. എന്റെ സ്വപ്നം ഇച്ചിരൂടെ മെച്ചവാ, സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്ന. പക്ഷേ എന്റെ ഈ സ്വപ്നത്തിന് വേണ്ടി ഞാൻ കണ്ടമാനം അങ്ങോട്ട് ഉപവസിച്ചു. എന്തോ വലിയ കാര്യം ചെയ്തെന്നാ എന്റെ ചിന്ത. ഒരു ചുക്കും നടന്നില്ല. കോവിഡ് വന്നു, പ്രളയം വന്നു, എന്റെ സ്വപ്നത്തെ കോവിഡ് തട്ടിക്കൊണ്ടുപോയി. വിശുദ്ധരെ, നിങ്ങൾ എന്റെ കണ്ണുകളിലേക്കൊന്ന് സ്നേഹത്തോടെ നോക്കി. കഴിഞ്ഞ ജൂലൈ വരെ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞ് 2023-ലും 2024-ലും 2025 ജൂലൈ 26 വരെ ഞങ്ങൾക്ക് കിട്ടിയ സകല ശുശ്രൂഷകളിലും
ആരാധന പഠിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ ജനത്തോട് പറഞ്ഞു കൊടുത്തു, വിശുദ്ധരെ, അച്ഛനൊരു വലിയ സ്വപ്നമുണ്ട്, മരിയൻ സിനിമ, അതെന്റെ ജീവിത സ്വപ്നമാണ്. ഇനി അത് നടക്കുന്നില്ലെങ്കിലും അതുക്കും മേലെ എൻ്റെ ഈശോ അപ്പാ നിന്നെ ആരാധിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഇത് ഞാൻ ജനത്തോട് കള്ളത്തരം പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പറയുമ്പം എനിക്കറിയില്ല മുഴുവൻ മനസ്സോടെ എനിക്ക് പറയാൻ പറ്റൂ, കാരണം അത്ര വർഷങ്ങൾ അധ്വാനിച്ചു. എങ്കിലും എൻ്റെ ജനമേ, അച്ഛനാറ്റുനോറ്റ് കാത്തിരുന്ന ഈ സ്വപ്നം നടക്കുന്നില്ലെങ്കിലും മുഖച്ചുളിവില്ലാതെ എൻ്റെ ഈശോയെ അടിയൻ പകുതി മനസ്സോടെങ്കിലും പറയുന്നു, അങ്ങാണ് എൻ്റെ ധനം. കണ്ണൊക്കെ അപ്പം നിറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ് പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ചു. ഈ മരിയൻ സ്വപ്നം നടക്കുന്നില്ലെങ്കിലും ഇതിലും സ്നേഹത്തോടെ നിന്നെ ആരാധിക്കാൻ എനിക്ക് പറ്റട്ടെ. 2.5 വർഷം ജനത്തെ ഇത് പഠിപ്പിക്കാൻ അടിയൻ ചെറിയ ഒരു ത്യാഗം എടുത്തപ്പോൾ, നിങ്ങൾ ഓർക്കണം, തലകുത്തി മറിഞ്ഞ് ഞാൻ ഉപവാസം എടുത്തു. എൻ്റെ കുടുംബക്കാരെയെല്ലാം പോയി ചെന്ന് കണ്ടു. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ, അന്നൊന്നും ഒരു ചുക്കും നടന്നില്ല, കഴിഞ്ഞ ജൂലൈയിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, മകനെ, നീ നിന്റെ ഷുഗറിനെ തനിയെ നേരിടണം, അങ്ങനെ നീ ഭക്ഷണം ക്രമീകരിച്ച് പഠിക്കണം. കൂട്ടത്തിൽ ഒരു സ്വരം, പൊന്നുകുഞ്ഞെ, മരിയൻ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു ലോൺ എടുക്കണം. ഞാൻ ഒത്തതാ, ഇനി അതും കൂടെ ഉള്ളു, ഇനി അതും കൂടെ സഹിക്കാനുള്ളു. ഞാൻ എന്നാ കണ്ടിട്ട് ലോൺ എടുക്കാനാ? ഇവിടെ ഞാൻ അന്ന് തൊട്ട് ഞാൻ ആ വചനത്തിന് വില കൊടുത്തിട്ട് മരുന്ന് ഉപേക്ഷിച്ച് ഭക്ഷണത്തെ വളരെ ശാസ്ത്രീയമായി ഫുഡിലൂടെ ഷുഗറിനെ കോൺകർ ചെയ്തു. 2, ഒരു ലോണിനെ കുറിച്ച് ഭയന്നപ്പം എൻ്റെ ഉള്ളിൽ തമ്പുരാൻ്റെ ഒരു സ്വരം പോലെ ദർശനമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, കുഞ്ഞെ, എൻ്റെ മക്കൾ നിന്നെ സഹായിക്കും, നിന്റെ വീട്ടിൽ നിന്ന് അടയാളം വരും. വിശുദ്ധരെ, ഈ ഞാൻ തന്നെയല്ലേ എൻ്റെ വീട്ടിൽ പോയി ചേച്ചിമാരോടുമൊക്കെ ഇതിലുമൊക്കെ തീവ്രതയോടെ നല്ല പ്രായത്തിൽ പറഞ്ഞത്. ഇത് അന്നൊന്നും ചലിക്കാത്ത മനുഷ്യര്, വിനീത, വിൽസൺ, വിമ്മി, പ്രിയാമോള്, പ്രവീണ്, വിൽസൺ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 7 പേര് പറഞ്ഞു. ഒന്നെൻ്റെ ചേച്ചി തന്നെ, എന്നെ കുളിപ്പിച്ച് വളർത്തിയ ചേച്ചി, കുഞ്ഞെ, നീ പറയും, മോന് ഞാൻ കുറച്ച് മാസങ്ങളിലേക്ക് ഒരു കൊച്ചു സമ്മാനം തന്നുകൊണ്ടിരിക്കാം. വിശുദ്ധരെ, കഴിഞ്ഞ ജൂലൈക്ക് ശേഷം ഏതാണ്ട് 67-70 പേര് കഴിഞ്ഞ ജൂലൈ തൊട്ട് ഇന്ന് വരെ അവര് പറഞ്ഞ ആ ഡേറ്റിൽ ഒരു കുഞ്ഞു സമ്മാനം മരിയൻ സിനിമയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നത്തിന് വളരെ വേഗം ചിറക് മുളയ്ക്കുന്നു. ഞാൻ കുട്ടിക്കരണം മറിഞ്ഞ് അതിനുവേണ്ടി കൊണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി എന്നെ തന്നെ മർദ്ദിച്ച് ഉപവസിച്ച് എൻ്റെ സ്വപ്നത്തിന് വേണ്ടി അലറിയ കാലങ്ങളെക്കാൾ ഈ സ്വപ്നം നടക്കുന്നില്ലെങ്കിലും തമ്പുരാനെ അടിയൻ, അങ്ങാണെൻ്റെ ധനം, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്ത് എന്നെ അനാഥനാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും കണ്ണൊക്കെ നനഞ്ഞാണെങ്കിലും ജനത്തെ കള്ളത്തരമില്ലാതെ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ 67-70 പേരാണ് ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾക്കിടയിൽ. ഒരു ലിജോ, ഒരു ഷിബിൻ, ഒരു രോഹൻ, ഒരു സഹോദരിയുടെ പേര് ഞാൻ മറന്നുപോയി, 4 പേരാണ്. ഞാൻ പറഞ്ഞത്, അങ്ങാണെൻ്റെ ധനമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മഹത്വം എന്നിലേക്ക് വന്നിട്ട് എൻ്റെ ചുറ്റുപാടും ഒരു ദൈവമേഖല, ഞാൻ പറയാത്തവര് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരം നീട്ടാൻ തുടങ്ങി. അതുവരെ എൻ്റെ ധനം എൻ്റെ സ്വപ്നമായിരുന്നു, അതിനെങ്ങും വഴി തുറന്നില്ല. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ, നീ തലതല്ലി കരയുന്നത് എന്തിനായി? പണ്ട് പഠിച്ചിരിക്കുന്ന പാട്ടാ. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ, ഇങ്ങനെ തലതല്ലി കരയുന്നതിന് പകരം നീ ദൈവത്തെ ആരാധിക്കേ. വിശുദ്ധ ബൈബിളിന്റെ നടുക്ക് പറയുന്ന ഒത്ത നടുക്ക്, സങ്കീർത്തനം 118:8, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ആരാധിക്കുന്നവൻ ഭാഗ്യവാൻ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ.